ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവ് ദാസി ഓർപ്പിച്ചതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നവർ ഉണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഓപ്പൺ ചെയ്യണം. നമുക്ക് മുഖം കണ്ട് ശുശ്രൂഷിക്കുമ്പോൾ ഒരു പ്രത്യേക എനർജി ഉണ്ടാകും. തന്നെയല്ല, നമ്മൾ നിരന്തരം ഇങ്ങനെ ചർച്ചയിലും സൂം മീറ്റിംഗിലൊക്കെ ശുശ്രൂഷിക്കുന്നതുകൊണ്ട് ശബ്ദമൊക്കെ വളരെ പോയി കിടക്കുകയാണ്. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ഇങ്ങനെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്ന് ആരാധനയ്ക്ക് ശേഷം ഇവിടെ അടുത്ത് AG ചർച്ചിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതെല്ലാം അറ്റൻഡ് ചെയ്തിട്ട് അവിടെ വന്നിരിക്കുന്നത്. ശബ്ദം വളരെ കുറവാണ്, എങ്കിലും നമുക്ക് വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ പാദപിടിത്തിൽ നയിക്കാം. എനിക്ക് തോന്നുന്നു പലതവണ ഞാൻ ഈ സൂം പ്ലാറ്റ്ഫോമിലെ കർത്താവിൻ ദാസി എന്നെ ഇൻവൈറ്റ് ചെയ്ത് നമ്മൾ ഒരുമിച്ച് ശുശ്രൂഷിച്ചിട്ടുണ്ട്. അത് നമുക്ക് ആ ശുശ്രൂഷിക്കുന്ന സമയത്തൊക്കെ നമുക്കത് ഒരുമിച്ച് അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും സത്യത്തിൽ ഇന്ന് ശുശ്രൂഷിക്കത്തക്ക നിലയിൽ ശബ്ദം ഒട്ടും എന്റെ തൊണ്ട വളരെ പ്രതിസന്ധിയിലാണ്. എങ്കിലും ക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്താൻ ലഭിക്കുന്ന അവസരം അത് നഷ്ടമാക്കുന്നത് വളരെ മോശമാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഇത്രയും ശബ്ദമൊന്നും വേണ്ട കർത്താവിനും അത്ഭുതം ചെയ്യാൻ. വേണ്ടല്ലോ കർത്താവ്. അതുകൊണ്ട് കർത്താവിന്റെ വചനം പറയുന്നത്, അവ എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. സ്തോത്രം. ഇന്ന് രാത്രി ഈ ശബ്ദമൊന്നും വേണ്ട കർത്താവിന് അത്ഭുതം ചെയ്യാൻ. ആമേൻ. എന്നെ കേൾക്കുന്ന അഭിഷിക്തമാര് നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ ആഴം നിമിത്തം ഒരുപക്ഷെ അതരം തുറന്ന് പ്രാർത്ഥിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളിൽ കൂടി ആയിരിക്കാം എന്നെ കേൾക്കുന്ന ചിലരൊക്കെ കടന്നു പോകുന്നത്. ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങളുടെ പീഡ നിമിത്തം ഹൃദയത്തിന്റെ അന്തർഭാഗത്തുനിന്ന് പുറത്തേക്ക് വരുന്ന ആ ദീർഘശ്വാസം മതി ഇന്ന് രാത്രി കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടുകൂടി കർത്താവിന്റെ പാദപ്പെടുത്തുകളായിരിക്കാം. സാധാരണ ഞാൻ ശുശ്രൂഷയ്ക്ക് ഇനിയിപ്പം ചർച്ചയിൽ വന്ന് ശുശ്രൂഷിച്ചാലും സൂം മീറ്റിംഗിലാണെങ്കിൽ ഒരു പാട്ടൊക്കെ ഞാൻ പാടാറ് പതിവാണ്. പക്ഷെ ഇന്ന് രാത്രി പാട്ട് പാടാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ശബ്ദം പോകണം. നമുക്കതുകൊണ്ട് പാട്ടിന് വേണ്ടി ഞാൻ റിസ്ക് എടുക്കുന്നില്ല. നമുക്ക് ഇന്ന് രാത്രിയുടെ ചിന്തയ്ക്ക് വേണ്ടി നമുക്കൊരു തിരുവഴുത്തെന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 7-ാമത്തെ അധ്യായം നമുക്ക് എല്ലാവർക്കും എടുക്കാം. ആമേൻ. വിശുദ്ധ വേദപുസ്തകം എടുത്തവരെല്ലാം പ്രവൃത്തികളുടെ പുസ്തകം എടുക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 7-ാമത്തെ അധ്യായം അതിന്റെ 17 മുതൽ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ശ്രദ്ധിച്ച് കേൾക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയ വാക്യമാണ്. ചാപ്റ്റർ 7 അതിന്റെ 17 മുതൽ. ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്ത കാലം അടുത്തപ്പോൾ ജനം മിസ്രയീമിൽ വർദ്ധിച്ചു പെരുകി. ഒടുവിൽ യോസേഫിനെ അറിയാത്ത വേറൊരു രാജാവ് മിസ്രയീമിൽ വാണു. അവൻ നമ്മുടെ വംശത്തോട് ഉപായം പ്രയോഗിച്ചു, നമ്മുടെ പിതാക്കന്മാരെ പീഡിപ്പിച്ചു, അവരുടെ ശിശുക്കൾ ജീവനോടെ ഇരിക്കരുത് എന്ന് വെച്ച് അവരെ പുറത്തെടുപ്പിച്ചു. ആ കാലത്ത് മോശ ജനിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവ് ദാസിക്കായി സ്തോത്രം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ദൈവദാസിമാർക്കും കർത്താവിന്റെ വഴിയിൽ വിവിധ നിലകളിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇന്ന് ഈ സന്ധ്യാവന്ദനം കരയറ്റുകയാണ്. ഇന്ന് രാത്രി ഞാൻ ആത്മാർത്ഥമായി അഡ്വാൻസ് ആയിട്ട് പറയുന്നു, നമ്മൾ ഇരിക്കുന്നത് വിവിധ സ്ഥലത്താണ്, വിവിധ ജില്ലകളിലാണ്, വിവിധ സംസ്ഥാനത്താണ്. ഒരുപക്ഷെ വിവിധ രാജ്യത്തുള്ളവരും ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയുന്നു, നമ്മൾ വിവിധ സ്ഥലത്ത് നമുക്ക് ലഭിച്ച പരിമിതിക്കുള്ളിൽ അനവധി സ്ഥലങ്ങളിൽ നമ്മൾ ഇരിക്കുന്നെങ്കിലും ഇന്ന് രാത്രി നമ്മൾ മനസ്സ് വെച്ചാൽ നമ്മൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും വചനം ഏറ്റെടുക്കാൻ തയ്യാറായാൽ ഒരു മുറിക്കകത്ത് ഒരുമിച്ചിരുന്ന് ആരാധിക്കുന്ന അനുഭവത്തിലേക്ക് ഈ പ്രാർത്ഥനയെ മാറ്റിമറിക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. ഞാൻ ഒരിക്കൽ കൂടെ വിളിച്ചു പറയുന്നു, നിങ്ങൾ ഇരിക്കുന്ന മുറിക്കകത്ത് ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി അത്യധികമായിട്ട് ഇറങ്ങി വരും. നാം ഇന്നുവരെ അനുഭവിക്കാത്ത, ഇതുവരെ അനുഭവിപ്പാൻ ആഗ്രഹിച്ചിട്ടും ഇതുവരെ നാം പ്രാപിപ്പാൻ ആഗ്രഹിച്ചിട്ടും പ്രാപിക്കാൻ കഴിയാത്ത അസാധാരണമായ ദൈവകൃപ നിങ്ങൾ ഇരിക്കുന്ന മുറിക്കകത്ത് മഞ്ഞ് പെയ്യുന്നത് പോലെ, മഴ പെയ്യുന്നത് പോലെ, കാറ്റടിക്കുന്നത് പോലെ ഇന്ന് രാത്രി ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിയും. അതിനൊരു സംശയമില്ല. നിങ്ങൾ ഇരിക്കുന്ന ഒരു ഒറ്റ മുറി ബിൽഡിംഗ് ആയിരിക്കാം, വാടക വീടായിരിക്കാം,
ഒരുപക്ഷെ ചർച്ചിന്റെ പാഴ്സനേജ് ആയിരിക്കാം, ഏതുമായിക്കോട്ടെ, നിങ്ങളിരിക്കുന്ന മുറിക്കകത്ത് ഇന്ന് രാത്രി അതിനൊരു സെഗിയോൻ മാളിക മുറിയാക്കി മാറ്റാൻ, മർക്കോസിന്റെ മാളിക മുറിയാക്കി മാറ്റാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. എന്താണ് മാളിക മുറിയുടെ പ്രത്യേകത? ആമേൻ. അവർ കാത്തിരുന്ന ജനത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകളായി പരിശുദ്ധാത്മ സാന്നിധ്യം ഇറങ്ങി വന്നതുപോലെ ഇന്ന് രാത്രി നിങ്ങൾ ഇരിക്കുന്ന മുറിക്കകത്ത് അഗ്നിജ്വാല പോലെ ആത്മസാന്നിധ്യം പിളർന്ന നാവുകളായി വിശ്വസിക്കുന്ന വ്യക്തിയുടെ മേൽ ഇന്ന് രാത്രി അക്ഷരികം ഇറങ്ങി വരുന്ന രാത്രിയാണ്. വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് ആരാധിക്കണമെന്ന് തോന്നിയാൽ ആരാധിച്ചോണം. അന്യഭാഷ പറഞ്ഞ് കൈയടിച്ച് എന്റെ യേശുവിനെ ആരാധിക്കാൻ തോന്നിയാൽ ആരാധിച്ചോണം. ആരും മൗനമായി ഇരിക്കരുത്, ആരും ടെൻഷൻ അടിച്ചിരിക്കരുത്. അവിടെ രാത്രി ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. പ്രത്യേകിച്ച് കർത്താവിന്റെ വേലയിൽ ശുശ്രൂഷയിൽ നിൽക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയുന്നു, ഇന്നലത്തെ പോലല്ല, ഈ ദിവസങ്ങളിൽ അസാധാരണമായ ദൈവപ്രവൃത്തിക്ക് വേണ്ടി നമ്മിൽ ചിലരെ ഇന്ന് രാത്രി ഒരുക്കിയെടുക്കുന്ന രാത്രിയാണ്. അത് ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടക്കം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ദൈവശബ്ദം കേൾക്കാൻ കാത്തിരിക്കുമ്പോൾ ഞങ്ങൾ ഇരിക്കുന്ന ഇടം മറന്ന് ഞങ്ങളുടെ ശരീരത്തിന്റെ ബലഹീനതകളെ മറന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന രോഗത്തിന്റെ വേദനകളെ മറന്ന് എല്ലാ ഞെരുക്കങ്ങളും മറന്ന് ഇന്ന് രാത്രി ദൈവശബ്ദം കേട്ട് അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗം ഞങ്ങളെ ഒരുക്കിയെടുക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ, ഒന്നുമില്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്നവൻ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ നിയന്ത്രിക്കുന്നവൻ, സകലത്തെയും തന്റെ സ്വാമികളുടെ കാൽ കീഴിലാക്കി എല്ലാറ്റിന്റെ നിറവായിരിക്കുന്ന യേശുവിന്റെ മഹത്വം ഇന്ന് രാത്രി നിന്റെ മക്കളെ വെളിപ്പെടുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. അല്പനേരം കർത്താവിന് വേണ്ടി നിലകൊള്ളട്ടെ. ഞാനോ കുറയണം. യേശുവിനെ മാത്രം പ്രസന്റ് ചെയ്യുവാൻ, യേശുവിനെ മാത്രം വരച്ചു കാണിക്കുവാൻ, യേശുവിനെ മാത്രം ഉയർത്തുവാൻ അടിയനെ ബലപ്പെടുത്തുക. എല്ലാ മഹത്വവും മാനവും കർത്താവിനെ അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മൾ വായിച്ച വാക്യം പ്രവൃത്തികളുടെ പുസ്തകം 7-ാമത്തെ അധ്യായം 17 മുതലുള്ള വാക്യമാണ്. നമുക്കറിയാം, വാഗ്ദത്തം പ്രാപിക്കാത്ത ഒരൊറ്റ വ്യക്തി ഇന്ന് എന്നെ കേൾക്കുന്നവരുടെ കൂട്ടത്തിലില്ല. ആമേൻ. വാഗ്ദത്തം പ്രാപിക്കാഞ്ഞിട്ടല്ല, വാഗ്ദത്തങ്ങൾ ഇനി അനവധി ഒന്നിന് പുറകെ ഒന്നായി നിറവേറേണ്ടതുണ്ട്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ, 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നു, യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിൽ വെച്ച് ചെയ്ത് കർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്തി. സ്തോത്രം. ഞാൻ ഒരിക്കൽ കൂടെ വചനം റിപ്പീറ്റ് ചെയ്യുകയാണ്. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിൽ വെച്ച് ചെയ്ത് കർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്തി. ഞാൻ പ്രവചനാത്മ വിളിച്ചു പറയുന്നു, ഇന്ന് രാത്രി ഈ ശബ്ദപരിധിക്കുള്ളിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരെ വിശ്വാസത്തോടെ പ്രത്യാശയോടെ ഈ കാലഘട്ടങ്ങളിൽ കർത്താവിന് വേണ്ടി കുറെ കൂടെ ശക്തമായി പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ചില വ്യക്തികളെ ഇതുവരെ വെളിപ്പെടാത്ത നിലവാരത്തിൽ കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്താൻ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? സ്തോത്രം. ദൈവം ചില അത്ഭുതങ്ങളെ ചെയ്തുകൊണ്ട് ചിലതിന്റെയൊക്കെ ആരംഭം കുറിക്കുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. ഞാൻ പ്രവചനാത്മ വിളിച്ചു പറയുന്നു, ഇന്ന് രാത്രി നിങ്ങളുടെ കുടുംബത്തിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ബ്ലെസ്സിയോട് ദൈവം വിളിച്ചു പറയുന്നു, ഇതുവരെ അനുഭവിക്കാത്ത ഒരു മഹത്വം ഇന്ന് രാത്രി നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വെളിപ്പെടുന്ന രാത്രിയാണ്. ഇതുവരെ നിന്നെ സൂക്ഷിച്ചു വെച്ചത് നിന്നെ തകർത്തി കളയാനല്ല, നിരാശപ്പെടുത്തി കളയാനല്ല, അപമാനിക്കപ്പെട്ടവളായി, തിരസ്കരിക്കപ്പെട്ടവളായി, അവഗണിക്കപ്പെട്ടവളായി മാറ്റി നിർത്താനല്ല, ദൈവത്തിന്റെ മഹത്വം ശക്തിയോടെ വെളിപ്പെടുത്താൻ ദൈവം നിന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുക. യൂദായുടെ ലേഖനത്തിൽ പറഞ്ഞതുപോലെ
പിതാവിനാൽ പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരെ. അതെ, നിങ്ങൾ വിചാരിക്കും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, എന്റെ പ്രാർത്ഥന വിഷയം അനേകർക്ക് കൈമാറുന്നുണ്ട്, അനേകർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ എന്റെ ഉള്ളിൽ ദൈവം തന്ന പ്രകാശനത്തിനൊത്തവണ്ണം, എന്റെ ഉള്ളിൽ ദൈവം തന്ന വെളിപ്പാടിനൊത്തവണ്ണം എനിക്ക് പ്രയോജനപ്പെടാൻ കഴിയുന്നില്ല. ഗലീലയിലെ കാനാവിലെ അത്യാവശ്യം കൊള്ളാവുന്ന വീടാ ആ കല്യാണ വീട്. പോരായ്മകളെ നികത്താൻ കെൽപ്പുള്ള ഭവനമാണ്. ചെറിയ ചെറിയ കുറവുകളെ നികത്താൻ ബാങ്ക് ബാലൻസ് ഉള്ള കുടുംബമാണ്. എങ്കിലും പ്രതീക്ഷിക്കാത്ത സമയത്ത് നൂറുകണക്കിന് ആളുകൾ സഹിക്കുന്ന ഒരു ഫംഗ്ഷന്റെ ഇടയിൽ ഒരു വല്ലാത്ത കുറവ് ആ കുടുംബത്തിൽ വെളിപ്പെട്ടു. നമ്മൾ ചിന്തിക്കുക, കർത്താവേ, പ്രതീക്ഷിക്കാത്ത സമയത്ത് എന്റെ കുടുംബത്തിൽ എന്താണ് ഇങ്ങനെ പോരായ്മകൾ വരുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ കുറവുകൾ സംഭവിക്കുന്നത്? ഞാൻ ഒരിക്കൽ കൂടെ വിളിച്ചു പറയാം, നിന്നെ ഒരു പരസ്യ കോലമാക്കാനല്ല, നീ പാർക്കുന്ന ഗ്രാമത്തിൽ നീ അപമാനിക്കപ്പെടാനല്ല, നിന്ദിക്കപ്പെടാനല്ല. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു മഹത്വം നിന്റെ കുടുംബത്തിൽ വെളിപ്പെടുത്തണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. 4 പേര് കാണത്തക്ക നിലയിൽ, 4 പേര് അറിയത്തക്ക നിലയിൽ, നീ പാർക്കുന്ന ഗ്രാമത്തിലെ ഗ്രാമവാസികൾ മുഴുവൻ അറിയത്തക്ക നിലയിൽ എന്റെ മഹത്വം വെളിപ്പെടുത്താൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില കുറവുകൾ കടന്നു വരുന്നത്. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, വിശ്വാസത്തോടെ ഈ ദൂതേറ്റെടുക്കുന്ന ദൈവദാസിമാരോട്, ദൈവദാസന്മാരോട്, അഭിഷിക്തന്മാരോട് പറയുന്നു, ദൈവം ചുമ്മാതല്ല, ശക്തമായി ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ട് ചിലതിന്റെയൊക്കെ ആരംഭം കുറിക്കുന്ന രാത്രിയാണ്. ചിലതിന്റെയൊക്കെ ആരംഭം കുറിക്കുന്ന രാത്രിയാണ്. വിശ്വാസമുള്ളവർ ഏറ്റെടുത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൈവം ആരംഭം കുറിച്ചാൽ അതിനെ തടയാൻ ദേശാധിപതി ശക്തിക്ക് കഴിയത്തില്ല, അന്ധകാര ശക്തിക്ക് കഴിയത്തില്ല. ആർക്കും തടുക്കാൻ കഴിയാത്തൊരു മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് രാത്രി വെളിപ്പെടാൻ പോകില്ല. സ്വന്തം ഹല്ലേലൂയ. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരാം. നമ്മൾ വായിച്ച വാക്യം ഇങ്ങനെയാണ്: ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്ത കാലം അടുത്തപ്പോൾ, ഹല്ലേലൂയ, ജനം മിസ്രയീമിൽ വർദ്ധിച്ചു പെരുകി. ഒന്ന്, ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് പറയാനുള്ള വെളിപ്പാട്, നിങ്ങൾ പ്രാർത്ഥിച്ച് പ്രാപിച്ച ചില വാഗ്ദത്തങ്ങൾ നിങ്ങൾ മുഴങ്കാൽ മടക്കി ഉപവസിച്ചും കാത്തിരുന്നും ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ചില വാഗ്ദത്തങ്ങൾ നിറവേറാൻ സമയമായി. ഹല്ലേലൂയ. വിശ്വാസമുണ്ടോ? എന്താ ലക്ഷണം? ലക്ഷണം ഞാൻ പ്രാപിച്ച വാഗ്ദത്തം നിറവേറാൻ സമയമായി. അതിന്റെ ലക്ഷണം എന്താ? ഒന്ന്, ജനം വർദ്ധിച്ചു പെരുകി. 2, ഒടുവിൽ യോസേപ്പിനെ അറിയാത്ത വേറൊരു രാജാവ് മിസ്രയീമിൽ വാണു. 2, അവൻ നമ്മുടെ വംശത്തോട് ഉപായം പ്രയോഗിച്ചു. 3, നമ്മുടെ പിതാക്കന്മാരെ പീഡിപ്പിച്ചു. അവൻ ലൂക്കോസ് എഴുതുകയാണ്, യോസേപ്പിനെ അറിയാത്ത ഒരു രാജാവ് മിസ്രയീമിൽ വന്നു. എന്താ സംഭവിച്ചേ? യോസേപ്പിനെ അറിയാത്ത രാജാവ് വന്നപ്പം എന്ത് ചെയ്തു? അവൻ നമ്മുടെ ജനത്തോട് ഉപായം പ്രയോഗിച്ചു. 1, ഉപായം പ്രയോഗിക്കുക. 2, അത്ഭുതങ്ങൾ കണ്ട, അതിശയങ്ങൾ കണ്ട് മോശയുടെ കൂടെ നടന്ന് നൂറുകണക്കിന് അത്ഭുതങ്ങൾ കണ്ട്
അനുഭവിച്ച പിതാക്കന്മാരെ ആമേൻ യോസേഫിനെ അറിയാത്ത രാജാവ് പീഡിപ്പിക്കാൻ തുടങ്ങി അല്ലെ. എന്താ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം? നീ 400 സംവത്സരം മിസ്രൈമിൽ നിന്റെ സന്തതി അടിമയായി കിടക്കും. എന്നാൽ ദൈവം പ്ലാൻ ചെയ്ത സമയം പൂർത്തിയാകുമ്പോൾ മിസ്രൈമിൽ നിന്നും എന്റെ ജനത്തെ വിടുവിക്കാനുള്ള മോശ എന്ത് ചെയ്യും? വാഗ്ദത്ത സന്തതി എന്ത് ചെയ്യും? ആമേൻ ജനിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവം നമ്മളോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം നമുക്കൊരു വാഗ്ദത്തം നൽകിയിട്ടുണ്ടെങ്കിൽ, അത് ദൈവത്തിന്റെ ടൈം പൂർത്തിയാകുമ്പോൾ ആ വാഗ്ദത്തം ജനിക്കാതിരിക്കാൻ, ആ വാഗ്ദത്തം ഒരുവായി വെളിപ്പെട്ടു വരാതിരിക്കാൻ, ആമേ ഭരണമോ ഭരണകൂടമോ രാജ്യമോ ആമേ സുവിശേഷ വിരോധികളോ വാഗ്ദത്ത സന്തതി അല്ലെങ്കിൽ വാഗ്ദത്തം വെളിപ്പെട്ടു വരാതിരിക്കാൻ എന്തെല്ലാം പദ്ധതികൾ നിറഞ്ഞാലും ദൈവമാണ് വാഗ്ദത്തം. ആമേ വാഗ്ദത്ത സന്തതി ജനിക്കുമെന്ന് ദൈവമാണ് അരുളി ചെയ്തതെങ്കിൽ ആ വാഗ്ദത്തം നിറവേറുക തന്നെ ചെയ്യും. വിശ്വാസം ഉണ്ടായിരിക്കണം, വിശ്വാസം വർദ്ധിക്കണം. ആമേ ഇന്നലെ വരെ നിങ്ങൾ പ്രാർത്ഥനയോടെ പ്രാപിച്ച പല വാഗ്ദത്തങ്ങളും നിറവേറാതെ കട്ടകളുടെ ഇടയിൽ കിടന്ന് ആമേ ഞെരുങ്ങി പോകുന്നെന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പ്രവചിച്ചു പറയുന്നു, നിങ്ങൾ പ്രാപിച്ച വാഗ്ദത്തം അത് നിറവേറാൻ സമയമായി, അത് നിവർത്തീകരിക്കാൻ സമയമായി. നിങ്ങൾ പ്രാപിച്ച വാഗ്ദത്തം നിങ്ങളുടെ പുറമെയുള്ള കണ്ണുകൊണ്ട് കാണത്തക്ക നിലയിൽ, നിങ്ങളുടെ കൈ കൊണ്ട് തൊട്ടനുഭവിക്കത്തക്ക നിലയിൽ വാഗ്ദത്തം നിറവേറാൻ സമയമായി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാനതൊക്കെ പറയുക, ആമേ ജീവിതത്തിൽ വെളിപ്പെടുന്ന പ്രതിസന്ധിയുടെ ആഴം സഹിക്കാതെ വരുമ്പം ആമേ ദാവീദിനെ പോലെ പറയുക, പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ. എനിക്കറിയാം ആമേൻ ഇതിനകത്ത് വേദനയോടെ ആമേ സ്വത്രം ഹൃദയ ഭാരത്തോടെ ആമേ നാളുകളായി പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ആമേ പ്രശ്നങ്ങളെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്ന മാതാവേ നിന്നോട് പറയുക, നീ പലതവണ ദാവീദിനെ പോലെ പറഞ്ഞു, പ്രാവിനുള്ളതുപോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഈ പ്രതിസന്ധിക്കകത്ത് നിന്ന്, ഈ പ്രശ്നത്തിന് നടുവിൽ നിന്ന് ഞാൻ പറന്നു പോയി അങ്ങ് മരുഭൂമി പോയി വിശ്രമിച്ചേനെ. സങ്കീർത്തനം 55 അല്ലെ, സങ്കീർത്തനം 55 പറയുക, പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതേ, ഞാൻ ദൂരത്ത് സഞ്ചരിച്ച് മരുഭൂമിയിൽ പോയി പാർക്കുമായിരുന്നു. ഇല്ല, ആമേ ദൈവം, ആമേ കർത്താവായ യേശു ക്രിസ്തു അവന്റെ രക്തം നൽകി നമ്മെ വിലയ്ക്ക് വാങ്ങിയത് ആമേ പ്രതിസന്ധിയുടെ ആഴം വർദ്ധിക്കുമ്പം ആമേ മരുഭൂമിയിലേക്ക് ഓടിപ്പോകാനല്ല, ആമേ നിന്നെ ആക്കിയ സ്ഥാനത്ത് ആമേ നിന്നെ ബലത്തോടെ നിർത്തിക്കൊണ്ട് നിനക്കെതിരെ വെല്ലുവിളിക്കുന്നവർ ആമേൻ ആമേൻ അവർക്ക് നിഷേധിക്കാൻ കഴിയാത്ത ചില അത്ഭുതങ്ങളും അടയാളങ്ങളും ആമേൻ നിങ്ങളിലൂടെ ചെയ്തെടുത്തുകൊണ്ട് കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്താൻ കർത്താവിന്റെ പദ്ധതിയുണ്ട്. ഞാൻ കുറച്ചുകൂടെ ആഴമായി പറയുന്നു, ഇന്നലത്തെ പോലല്ല നമ്മുടെ പ്രാർത്ഥനകളിൽ. നിങ്ങൾ സാധാരണ ഒരു സഹോദരിയായിരിക്കാം, കേവലം ഒരു വിശ്വാസിയായിരിക്കാം, അല്ല നിങ്ങളൊരു പാസ്റ്റർ ആയിരിക്കാം, നിങ്ങളൊരു പാസ്റ്റർ അമ്മാമയായിരിക്കാം, പ്രവാചകനോ പ്രവാചകയായിരിക്കാം. ആമ ഇന്നലത്തെ പോലല്ല. ആമ ഇനി മുതലുള്ള നിങ്ങളുടെ പ്രാർത്ഥനകളിൽ, ആമ ശുശ്രൂഷകളിൽ ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ചില അത്ഭുതങ്ങൾ ദൈവം നിങ്ങളിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസം ഉണ്ടായിട്ടെടുത്തോണം. എന്താ? ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ആമേൻ ആർക്കും എതിർപ്പാൻ കഴിയാത്ത ആമേൻ ചില അടയാളങ്ങൾ, ചില അത്ഭുതങ്ങൾ ദൈവം നിങ്ങളിലൂടെ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 15-ഉം 16-ഉം വാക്യമൊക്കെ വായിക്കുമ്പോൾ
ആമേൻ. സുവിശേഷ വിരോധികൾ പത്രോസിന്റെയും യോഹന്നാന്റെയും കൈക്കീഴിൽ സൗഖ്യം പ്രാപിച്ച മുടന്തൻ. ആളുകൾ ഓടിക്കൂടി. ഓടി വരുന്നവർക്ക് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഈ പത്രോസിനെയും യോഹന്നാനെയും ഇവിടുത്തെ നാട് കെടുത്തണം, ഒത്ത 2 കൊടുക്കണം. നമ്മുടെ ശുശ്രൂഷയിലൂടെ അസൂയപ്പെട്ട് കോപത്തോടു കൂടി ഓടി വരുന്ന സുവിശേഷ വിരോധിക്ക് ഒറ്റ ചിന്തയുള്ളൂ, ഇവനെ ഈ ഗ്രാമത്തിൽ നിന്ന് പറഞ്ഞു വിടണം, ഗ്രാമത്തിൽ നിന്ന് പറഞ്ഞു വിടണം. ഒത്ത കിട്ടിയ 2 കൊടുക്കണം. നടക്കുകയില്ല. ഇന്നലകളിൽ അങ്ങനെ ചെയ്തു, ഇന്നലകളിൽ അങ്ങനെ സംഭവിച്ചു. അവൻ നമ്മളെ ഗ്രാമത്തിൽ ഓടിക്കാൻ നോക്കി, 2 തരാൻ നോക്കി. പക്ഷേ അപ്പോസ്തലരുടെ പുസ്തകം 4-ാം അധ്യായം 15-16 വാക്യം പറയുന്നു, സുവിശേഷ വിരോധികൾ ഒത്ത 2 കൊടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ ഓടി വന്നവർ അവർ ഒരുമിച്ച് പറയുക. അവർ നോക്കുമ്പം ഇന്നലെ വരെ ദൈവാലയത്തിന്റെ ഗോപുരവാതിക്കൽ ഭിക്ഷയാചിച്ചിരുന്ന മുടന്തൻ നരിയാണികൾ ഉറയ്ക്കപ്പെട്ടവനായി സൗഖ്യം പ്രാപിച്ച് പ്രാർത്ഥിക്കുന്ന പത്രോസിന്റെ യോഹന്നാന്റെ കൂടെ നിൽക്കുക. ഹല്ലേലൂയ. അർദ്ധരാധികന വൈഡവനാദിയാനകൾ കവര്. അങ്ങനെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിൽ ഇന്നലകളിൽ നമ്മളെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ബന്ധിക്കപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, മുടന്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്നതിന് മുമ്പും അവൻ മുടന്തനാണ്, അവൻ രോഗിയാണ്. പ്രാർത്ഥിച്ച ശേഷവും പലരും മുടന്തനായി തന്നെ നിൽക്കുക, രോഗികളായി തന്നെ നിൽക്കുക. ഇന്നലെ ഏറ്റെടുക്കണം, നിങ്ങൾ വിശ്വസിക്കണം. ഞാൻ ഒന്നോടെ വിശദീകരിക്കുന്നു. ഇന്നലകളിൽ നമ്മുടെ പല പ്രാർത്ഥനകളിലും നമ്മൾ മുടന്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, മാരകമായ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്നതിന് മുമ്പും പ്രാർത്ഥിച്ച ശേഷവും പല രോഗികളും ആ രോഗാവസ്ഥയിൽ തന്നെ നിൽക്കുക. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പ്രവചനാത്മ വിളിച്ചു പറയുന്നു, ഇനി മുതൽ നമ്മുടെ പ്രാർത്ഥന അങ്ങനെയല്ല. ഇന്ന് രാത്രി ദൈവ ചിലരെ അസാധാരണമായ അഭിഷേകം, അസാധാരണ അധികാരം നിങ്ങളുടെ കൈകളിലേക്ക് പരിശുദ്ധാത്മാവ് കൈമാറുകയാണ്. പ്രാർത്ഥിച്ച ശേഷവും ആ മുടന്തൻ ഒരു മുടന്തനെ നിൽക്കുകയല്ല, അവന്റെ മുടന്ത് മാറി, അവന്റെ രോഗം മാറി നമ്മളെ കൂടെ നിൽക്കുന്നത് സുവിശേഷ വിരോധികൾ കാണത്തക്ക നിലയിൽ ദൈവം നമ്മളിലൂടെ അത്ഭുതങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സ്വതന്ത്രം വിശ്വാസമുണ്ട്. ഇനിയുള്ള കാലം പ്രതിസന്ധികൾ കൂടുതലുള്ള കാലമാണ്. പ്രശ്നങ്ങൾ കൂടിക്കൂടി വരും. എവിടെ നോക്കിയാലും പ്രതിസന്ധികളായിരിക്കും. നമുക്കിനി സുഖകരമായ ഒരു ജീവിതം പ്രതീക്ഷിക്കരുത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ചിലർ വിശേഷമായ കൃപകളാലും കൃപാവരങ്ങളാലും വിശേഷമായ ആത്മീയ അധികാരത്താലും ചിലർ നിറയപ്പെടുന്നത് ഞാൻ ആത്മാവിൽ ദർശിച്ചുകൊണ്ടാണ് ഞാൻ ഈ പ്രവചന ദൂത് കൈമാറുന്നത്. അല്ലേ? നമുക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ വായിച്ച വാക്യം നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തലരുടെ പുസ്തകം 4-ാം അധ്യായം. ഹല്ലേലൂയ. അതിന്റെ 16-ാം വാക്യം. ഈ മനുഷ്യരെ എന്ത് ചെയ്യട്ടു? പ്രത്യക്ഷമായൊരു അടയാളം അവർ ചെയ്തിരിക്കുന്നു. പത്രോസിന്റെ ശുശ്രൂഷയിൽ, യോഹന്നാന്റെയും പത്രോസിന്റെ പ്രാർത്ഥനയിൽ കാലങ്ങളായി അനേകർ ചുമന്നുകൊണ്ടിരുത്തിയ ആ മുടന്തൻ സൗഖ്യം പ്രാപിച്ചപ്പോ അനേകർക്ക് അസൂയ തോന്നി, അനേകർക്ക് ദേഷ്യം വന്നു. അവർ 2 കൊടുക്കാൻ വേണ്ടി ഓടി വന്നതാ. ആ ഓടി വന്ന സുവിശേഷ തൽപരരല്ലാത്ത ആളുകൾ പറയുകയാണ്, എന്താ പറയുന്നേ? ഈ മനുഷ്യരെ എന്ത് ചെയ്യണ്ടു? പ്രത്യക്ഷമായ അടയാളം അവർ ചെയ്തിരിക്കുന്നു എന്ന് യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവർക്കും പ്രസിദ്ധമല്ലോ. ഇപ്പം സുവിശേഷ വിരോധികൾ ഒരുമിച്ച് പറയുകയാണ്, ഇന്നലെ വരെ ഒരത്ഭുതവും നടക്കാത്ത നമ്മിലൂടെ പ്രത്യക്ഷമായ അടയാളം നടന്നിരിക്കുന്നു.
എന്നെ കേൾക്കുന്ന അഭിഷേകമുള്ള പ്രാർത്ഥിക്കുന്ന അഭിഷിക്തന്മാരോട്, വിശ്വാസമുള്ള അഭിഷിക്തന്മാരോട് ഞാൻ പ്രവചനാത്മ വിളിച്ചു പറയുന്നു. ഇന്നലെ അവർ നമ്മളെ ആക്ഷേപിച്ച് നമുക്കെതിരെ ആയുധമെടുത്ത് നമ്മളെ ഗ്രാമങ്ങളിൽ നിന്ന് മറ്റ് ഗ്രാമത്തിലേക്ക് ഓടിക്കാൻ ശ്രമിച്ച സുവിശേഷ വിരോധികൾ നാളെ മുതൽ നമ്മിലൂടെ നടക്കുന്ന അത്ഭുതം കണ്ടിട്ട് പറയാൻ പോകുന്നു, ഈ മനുഷ്യരെ നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? പ്രത്യക്ഷമായ അടയാളം ഇവരിലൂടെ നടന്നു കഴിഞ്ഞു. ഹലോ, ഇത് കേൾക്കാൻ താല്പര്യമുണ്ടോ? നമ്മളെ ഇന്നലെ വരെ വേദനിപ്പിച്ചവർ, ഇന്നലെ വരെ നമ്മളെ ആക്രമിച്ചവർ, മറ്റൊരു ഭാഗത്തേക്ക് നമ്മളെ ഓടിക്കാൻ ശ്രമിച്ചവർ, നമുക്കെതിരെ ആയുധമെടുത്തവർ, നമുക്കെതിരെ നിയമക്കുരുക്കുണ്ടാക്കിയവർ, പ്രാർത്ഥിക്കുന്ന അഭിഷേകമുള്ള അത്ഭുതങ്ങൾ വെളിപ്പെടുത്തുന്ന നിങ്ങളെ നോക്കി പറയാൻ പോകുന്നു, പ്രത്യക്ഷമായ അടയാളം ഈ അഭിഷിക്തനിലൂടെ, ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തിയിലൂടെ നടന്നു കഴിഞ്ഞു. ഇനി ഇവർക്കെതിരെ നമുക്കിനി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ ദാനിയേൽ ദൈവദാസനോട് ദൈവാത്മാവ് ഇന്ന് രാത്രി ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരത്ഭുതം വെളിപ്പെടാൻ പോകുന്നു. ചില മുടന്തന്മാര് പോലും സൗഖ്യം പ്രാപിച്ച് സുവിശേഷ വിരോധികൾ ലജ്ജിച്ച് തലതാട്ടത്തക്ക നിലയിൽ ചില മുടന്തന്മാർ, ചില കൂനര്, ചില കാഴ്ചയില്ലാത്തവര് നിങ്ങളുടെ കൈവെപ്പിൽ സൗഖ്യം പ്രാപിച്ച് നിങ്ങളുടെ കൂടെ ദൈവം നിർത്തുന്ന ദിവസങ്ങളാണ്. ഇന്നലെ വരെ നിങ്ങളെ ആക്ഷേപിച്ചവർ, ഇന്നലെ വരെ നിങ്ങൾക്കെതിരെ ആയുധമെടുത്തവർ, നിങ്ങൾക്കെതിരെ നിയമക്കുരുക്കുണ്ടാക്കിയവർ, നാളെ നിങ്ങളുടെ കയ്യിലൂടെ നടക്കുന്ന, നിങ്ങളുടെ നാവിലൂടെ വെളിപ്പെടുന്ന അടയാളം കേട്ട് പറയും, പ്രത്യക്ഷമായി കുറെ അടയാളം ഈ വ്യക്തിയിലൂടെ നടന്നു കഴിഞ്ഞു. ഇനി ഇവർക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു, രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. ഈ വചനത്തിന്റെ ശക്തി, ഈ വചനത്തിന്റെ ശക്തി, ഈ പ്രവചന ദൂതിന്റെ ശക്തി വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവരുടെ മേൽ അതിശക്തമായി ഒരഭിഷേകമായി തീയുടെ ശക്തിയായി നിങ്ങൾ ഇരിക്കുന്ന മുറിക്കകത്ത് വെളിപ്പെട്ടു വരികയാ. നിങ്ങൾ ശരീരത്തിലും ആത്മാവിലും ആ ദൈവസ്ഥാനത്തെ തിരിച്ചറിയുകയാണ്. നിങ്ങളുടെ ശരീരത്തിൽ വഹിക്കാൻ കഴിയാത്ത, താങ്ങാൻ കഴിയാത്ത ഒരഭിഷേകം ഇറങ്ങി വരിക. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. കർത്താവ് ഈ വചനത്തിന്റെ ശക്തി വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കട്ടെ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, ഈ പ്രവചന ദൂതിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവ ശക്തി നിങ്ങളിരിക്കുന്ന മുറിക്കകത്ത് വെളിപ്പെട്ടു വരികയാണ്. ഒരു മേഘം ഇറങ്ങുന്നത് പോലെ ശഖേന ഇറങ്ങി വരികയാ. അല്ലേ? ശ്രദ്ധിക്കട്ടെ, അതിന്റെ വാക്യം ഇങ്ങനെ പറയുക, പ്രത്യക്ഷമായ അടയാളം അവർ ചെയ്തിരിക്കുന്നു എന്ന് യെരുശലേമിൽ പാർക്കുന്ന എല്ലാവർക്കും പ്രസിദ്ധമല്ല. അല്ലേ? ഇതുവരെ നമ്മുടെ കയ്യിലൂടെ വെളിപ്പെട്ട, നമ്മുടെ നാവിലൂടെ വെളിപ്പെട്ട അത്ഭുതങ്ങളൊക്കെ, അടയാളങ്ങളൊക്കെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി, സഭാഗോളിന്റെ അകത്ത് ഒതുങ്ങി, ഏതോ ഒരു വീടിന്റെ ഒരു മുറിക്കകത്ത് ഒതുങ്ങി. യേശുവിന്റെ ആത്മ പറയുന്നു, ഇനി നമ്മിലൂടെ വെളിപ്പെടുന്ന അഭിഷേകം 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുകയല്ല, അത് സ്പ്രെഡ് ആകാൻ പോകുക. ഇവിടെ പറയുന്നു, അവർ ചെയ്ത അത്ഭുതം യെരുശലേമിൽ മുഴുവൻ പ്രസിദ്ധമായി. ഹല്ലേലൂയ. ഈ മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്യുന്ന അഭിഷിക്തിയോട് പറയുക, സ്തോത്രം, നമ്മുടെ നാവിലൂടെ അധികാരം വെളിപ്പെടാൻ പോകുക. നമ്മുടെ നാവിൽ ദൈവം പരമേൽപ്പിച്ച അധികാരം ഈ ദിവസങ്ങളിൽ വെളിപ്പെടാൻ പോകുക. നിങ്ങൾ പാർക്കുന്ന ഗ്രാമത്തിൽ പ്രസിദ്ധമാകത്തക്ക നിലയിൽ ചില അത്ഭുതങ്ങൾ, ചില രോഗശാന്തി വരങ്ങൾ ദൈവം ഇന്ന് രാത്രി കൈമാറുകയാണ്. ഞാൻ ഈ ദൂത് പറയുമ്പം ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ വചനം കേൾക്കുന്ന ചില രോഗികൾ, ഡയാലിസിന് വിധിക്കപ്പെട്ട ചില രോഗികൾ, ചില കിഡ്നി പേഷ്യന്റുകൾ ഇന്ന് രാത്രി സൗഖ്യമാകുകയാ. വചനം അയച്ചു പിടിപ്പിക്കുക.
ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റും കഴിഞ്ഞ് ഡോക്ടറെ ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന ചില വ്യക്തിയുടെ മേൽ സൗഖ്യമാക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി വെളിപ്പെട്ടു വരികയാണ്. നാളുകളായി തലയ്ക്കകത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുമടക്കുമ്പോൾ, ആരാധനയ്ക്ക് വേണ്ടി മുട്ടുമടക്കുമ്പോൾ തല പൊട്ടിപ്പോകുന്നത് പോലെ തലവേദന കൊണ്ട് ഭാരപ്പെടുത്തുന്ന കണ്ണ് തുറക്കാൻ കഴിയാതെ തലവേദന കൊണ്ട് ഭാരപ്പെടുത്തുന്ന അതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന രോഗാത്മാവിനെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ശാസിക്കുകയാണ്. രക്തത്താൽ വചനത്താൽ ജയമെടുക്കുന്നു. ഇന്ന് രാത്രി സീത എന്ന് പറയുന്ന ഒരു മാതാവിന്റെ മേൽ ദൈവശക്തി വെളിപ്പെടുക, ദൈവശക്തി വെളിപ്പെടുക, ദൈവശക്തി വെളിപ്പെടുക, ദൈവശക്തി വെളിപ്പെടുക, ദൈവം വ്യാപരിക്കുക. ആ കുടുംബത്തിനകത്ത്, പ്രിയ മാതാവ് പാർക്കുന്ന കുടുംബത്തിനകത്ത് ചില വ്യക്തികളെ, മകൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികളെ ദൈവാത്മാവിന്റെ ദിവസങ്ങൾ തൊടാൻ ആഗ്രഹിക്കുകയാണ്. ചില പിന്മാറ്റക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ചില നാളുകൾക്ക് മുമ്പ് നമ്മൾ വിരിച്ച പായൽ നമ്മോടൊപ്പം മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ച് ദൈവ കൃപ പ്രാപിച്ചിട്ടും പിന്മാറിപ്പോയ ചിലവനെ മടങ്ങി വരുവിന് വേണ്ടി പേരെഴുതി വെച്ചിട്ട് നിന്റെ വലതുകരം ആ പേരിന്റെ മേൽ കൈവച്ച് അവന്റെ മടങ്ങി വരവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഹോദരിയെ, ആ വ്യക്തിയെ മടക്കി കൊണ്ടുവന്ന് നീ വിരിക്കുന്ന പായൽ നിന്നോടൊപ്പം മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കത്തക്ക നിലയിൽ ചില പിന്മാറ്റക്കാരെ ഇത് രാത്രി ദൈവം തൊടുകയാ. രക്തത്താൽ വചനത്താൽ ജയമെടുക്കും. ഞാൻ ആ വിഷയം അവിടെ നിന്ന് വിടുകയാ. യെരൂശലേമിലെല്ലാം പ്രസിദ്ധമായി ഓടി വന്ന സുവിശേഷ വിരോധികൾക്ക് ഓടി അടുത്ത് വരാനേ പറ്റിയുള്ളൂ. അവർ തമ്മി ആലോചിച്ചിട്ട് പറയാ, നമ്മൾ ഇവർക്കെതിരെ എങ്ങനെ ആക്ഷൻ എടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓടി വരുന്ന സുവിശേഷ വിരോധികൾക്ക് അഭിഷേകമുള്ള നിങ്ങൾക്കെതിരെ നിങ്ങൾക്ക് വിരോധമായി ഒരാക്ഷൻ എടുക്കാൻ പറ്റാത്ത നിലയിൽ നിങ്ങളിലൂടെ അത്ഭുതങ്ങൾ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ രഹസ്യ വരവടുത്തത് കൊണ്ട് ആളുകൾ കൂട്ടമായി രക്ഷിക്കപ്പെടുന്ന തരത്തിൽ ആളുകൾ കൂട്ടമായി സ്നാനക്കടവിലേക്ക് ക്യൂ നിന്ന് ആളുകളെ സ്നാനപ്പെടുന്ന തലത്തിലേക്ക് ശുശ്രൂഷ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി മാറ്റിമറിക്കുന്ന രാത്രിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തത്താൽ വചനത്താൽ ജയമെടുക്കുക, രക്തത്താൽ വചനത്താൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. കർത്താവേ, നിന്റെ മഹത്വം വെളിപ്പെടുത്തണമേ, നിന്റെ മഹത്വം വെളിപ്പെടുത്തണമേ. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഇന്ന് രാത്രി ദൈവം നമ്മെ തൊടുന്ന രാത്രിയാണ്. ശുശ്രൂഷ മേഖലയിൽ ഒരു മാറ്റം തരുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. കർത്താവിന് അസാധ്യമായതൊന്നുമില്ല. ഞാൻ അവിടെ നിന്ന് അഭിഷേകം വിടുകയില്ല, അല്ലേ? ഈ മിസ്രൈമിൽ കിടക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്ത സന്തതിയെ ഞാൻ ഒരിക്കൽ കൂടെ ഇറങ്ങി പറയുകയാണ്. നിങ്ങളെ ആക്കി വെച്ച ദേശത്ത്, നിങ്ങൾ പാർക്കുന്ന ഗ്രാമത്തിൽ, നിങ്ങൾ പാർക്കുന്ന പട്ടണത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്തം വീണ പലരും ഇനിയും രക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ആമേൻ. ആളുകൾ ഇനിയും രക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ആ വ്യക്തികൾ രക്ഷിക്കപ്പെടാനുള്ള ആ വാഗ്ദത്തം നിറവേറാൻ സമയമായി. ആമേൻ. നിങ്ങൾ ആ വ്യക്തി വിടുവിക്കപ്പെടണമെങ്കിൽ കർത്താവിന്റെ മഹത്വം പകരാൻ ഒരഭിഷിക്തയെ ഇന്ന് രാത്രി കർത്താവിന് ആവശ്യമുണ്ടെന്നേ. ഹല്ലേലൂയ. കർത്താവിന് ഇന്ന് രാത്രി അവന്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ ഇന്ന് രാത്രി ദൈവത്തിന് ആവശ്യമുണ്ട്. ഹിന്ദു ദൈവത്ത് വളരെ വ്യക്തമായി പറയുന്നു, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിൽക്കുന്ന ചിലരെ ഇന്ന് രാത്രി വിശേഷമായ കൃപ പകരപ്പെടുകയാണ്. ഇന്ന് മുതൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ
സ്തോത്രം. നിങ്ങൾ മണിക്കൂർ പ്രാർത്ഥിക്കുന്ന ഒരു 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 സ്ഥലം നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആകുക. നിങ്ങൾ പ്രാർത്ഥനാ മുറി കയറിയാൽ നിങ്ങൾ സമയം പോകുന്നത് അറിയില്ല. മണിക്കൂർ പ്രാർത്ഥിക്കുന്ന ഒരു ആത്മീയ മണ്ഡലം നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ പരിശുദ്ധം ഓപ്പൺ ആക്കുക. യോസേഫിനോട് ചോദിച്ച് ദർശനം കണ്ടിറങ്ങി. അവന്റെ കുടുംബത്തിൽ അവഗണിക്കപ്പെട്ടു, അവന്റെ കുടുംബത്തിൽ അവൻ തിരസ്കരിക്കപ്പെട്ടു, അവൻ അപമാനിക്കപ്പെട്ടു, അവൻ പോയ മേഖലകളിലെല്ലാം അവൻ തിരസ്കരിക്കപ്പെട്ടു. ആ ഒരു ചരിത്രം മാത്രമല്ല, ആരാണോ അവനെ അവഗണിച്ചത്, ആരാണോ അവനെ മാറ്റി നിർത്തിയത്, ആരാണോ അവനെ തള്ളിക്കളഞ്ഞത്, അവനെ അവഗണിച്ച ആ സമൂഹത്തെ മുഴുവൻ അവൻ ഭരിക്കത്തക്ക നിലയിൽ അവനെ തള്ളിക്കളഞ്ഞവരുടെ മേൽ അധികാരത്തോടെ അവരെ ഭരിക്കത്തക്ക നിലയിൽ ഒരു അധികാരിയാക്കി യോസേഫിനെ മാടക്കി കൊണ്ടുവന്ന ദൈവത്തെ നാം ഇന്ന് രാത്രികാലം ആരാധിക്കുന്നത്. ഞാൻ പ്രവചനാത്മാവിൽ ഒരാലോചനയോടെ കൈമാറുകയാണ്. ദാവീദിനോട് ചോദിച്ച ദാവീദേ, എന്നാ ഉണ്ട് വിശേഷം? ചെറുപ്രായം എന്നാ ഉണ്ട്? നീ ആദ്യമായി സ്തോത്രം ഗോലിയാത്തോടെ യുദ്ധം ചെയ്യുന്ന നിന്റെ ചേട്ടന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ തലയിൽ ഒരു ചുമട് അപ്പവുമായിട്ട് വന്ന് ആ സന്ദർഭം ഒന്ന് വിശദീകരിക്കാവൂ? ആള് കൊച്ചു പയ്യനാ, കാണാൻ സൗന്ദര്യമുണ്ട്, യുദ്ധതന്ത്രമൊന്നും അവനറിയത്തില്ല, അവൻ യുദ്ധം പഠിച്ചിട്ടില്ല. പക്ഷെ അപ്പന്റെ നിർബന്ധത്താൽ ചേട്ടന്മാരുടെ ക്ഷേമം അറിയാൻ ചുമ്മാ വരികയല്ല, തലയിൽ ഒരു കൊട്ട അപ്പവുമായിട്ടാ വരുന്നേ. അവൻ എവിടേക്കാ വരുന്നേ? യുദ്ധക്കളത്തിലേക്കാ വരുന്നേ. ദൂരെ ഒരു വെല്ലുവിളി കേൾക്കാം, ഗോലിയാത്തിന്റെ വെല്ലുവിളി കേൾക്കാം. ശ്രദ്ധിക്കണം. അവൻ പോർക്കളത്തിൽ വന്നപ്പം ചേട്ടന്മാർ ചോദിച്ചു, നീ എന്നാത്തിനാണ് ഇവിടെ വന്നേ? നിന്റെ അഹങ്കാരം, ഞങ്ങൾ മേടിച്ച നാടെവിടെ? ആടിനെ എവിടെ ഇട്ടേക്ക് പോന്നു? നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം. സമയത്തെ പുസ്തകം 16ഉം 17ഉം വല്ല ഉത്തരവും പറഞ്ഞ ദാവീദ്? ഉത്തരം വല്ലതും പറഞ്ഞോ? ഒരു ഉത്തരവും പറഞ്ഞില്ല. ദാവീദ് മനസ്സ് തീരുമാനമെടുത്തു. എന്റെ ചേട്ടന്മാരനെ അഹങ്കാരി എന്ന് വിളിച്ചു, ഞങ്ങൾ മേടിച്ച നാടിന് എവിടേക്ക് പോന്നു? നീ യുദ്ധം കാണാൻ വന്നതല്ലേ എന്നെല്ലാം ചോദിച്ച് ചോദ്യം കൊണ്ട് അവന് ഉത്തരം മുട്ടിക്കുമ്പം ദാവീദ് ഉള്ളി തീരുമാനമെടുത്തു, എന്റെ ചേട്ടന്മാരുടെ ചോദ്യത്തിന് തൽക്കാലം ഞാൻ വാക്കുകൊണ്ട് ഞാൻ ഉത്തരം കൊടുക്കുന്നില്ല. ഇത് കർത്താവ് ശക്തമായി വിശ്വാസമുള്ളവരെ ഉപയോഗിക്കുന്ന കാലം അല്ലേ? നിങ്ങളോടും ചിലതൊക്കെ ചില ചോദ്യം ചെയ്യിക്കാറുണ്ട്. നിങ്ങൾ പന്തക്കോത്തി വന്നിട്ട് എത്ര നാളായി, എന്നിട്ട് എന്താ ഒന്നും നടക്കാത്ത? കോരപുത്രന്മാര് 41-ാം സങ്കീർത്തനത്തിൽ 2 വാക്യം എന്നെ വേദനിപ്പിച്ചു പോയി. അതിന്റെ 3-ാം വാക്യം എന്താ പറയുന്നത്? സങ്കീർത്തനം 42 3-ാം വാക്യം, നിന്റെ ദൈവം എവിടെയെന്ന് എന്റെ ശത്രുക്കൾ നിത്യം എന്നോട് ചോദിക്കുന്നതുകൊണ്ട് രാവും പകലും എന്റെ കണ്ണീര് എനിക്ക് ആകാരം. ഹലോ, ദൈവാത്മാവ് ഇങ്ങനെ ചോദിക്കുക, രാവും പകലും ഇന്നലകളിലേക്ക് തിരിച്ചു നോക്കിക്കേ. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ നിങ്ങൾ വന്ന വഴിയിലേക്ക് തിരിഞ്ഞു നോക്കിക്കേ. നിങ്ങൾ അനുഭവിച്ച പ്രതിസന്ധിയുടെ കാഠിന്യം സഹിക്കാൻ വയ്യാതെ അതിനൊന്ന് ഓവർകം ചെയ്യാൻ കഴിയാതെ നിന്റെ ബെഡ്റൂമിൽ കയറി കിട്ടിയ തുണി കിട്ടിയ പാവിരിച്ച് അതിനകത്ത് മുഴങ്കാൽ മടക്കി, കർത്താവേ ഈ പ്രശ്നം എനിക്ക് പരിഹരിക്കാൻ കഴിയുന്നില്ല, ഈ പ്രതിസന്ധിയിൽ നിന്ന് എനിക്ക് പുറത്തു വരാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് നീ ഭാരപ്പെട്ട ഹൃദയം പൊട്ടി നിലവിളിച്ച എത്രയോ സന്ദർഭങ്ങൾ ഇന്നലകളിലുണ്ട് അല്ലേ? ഞാൻ എന്റെ അനുഭവം പറയാം. നമ്മൾ നോക്കിക്കേ, നമ്മൾ കുറെ നേരം തൊണ്ട പൊട്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, തൊണ്ടയല്ല അങ്ങ് ഉണങ്ങും. ആണോ അല്ലേ? പ്രാർത്ഥിച്ചപ്പോ തൊണ്ട ഉണങ്ങിയവര് ഒന്ന് കൈപൊക്കിക്കേ അല്ലേ?
ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചപ്പം നമ്മുടെ തൊണ്ട ഉണങ്ങി വരണ്ടു പോയ അനുഭവമുള്ളവരുണ്ട് ഇതിൻ്റെ അകത്ത്. ഉള്ള ഒരു കൈ പൊക്കി ആമേൻ പറഞ്ഞു. ഇല്ല, എനിക്കുണ്ട്. ഞാൻ ജീവിതത്തിൽ വെളിപ്പെട്ട പ്രതിസന്ധി സഹിക്കാൻ വയ്യാതെ തടി കെട്ടപ്പം ഈ മുറിക്കകത്തിരുന്ന്, എന്റെ പ്രാർത്ഥന മുറിയ, ഈ മുറിക്കകത്തിരുന്ന് നിലവിളിച്ച് എന്റെ തൊണ്ട വരണ്ടു. അപ്പൊ എനിക്ക് വെള്ളം എടുക്കാൻ പറ്റിയില്ല. എന്റെ രണ്ട് ചുണ്ടും ഇങ്ങനെ ഹൃദയത്തിന്റെ വേദന കൊണ്ട് ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി. ഒരു ചെറിയ ദീർഘശ്വാസം മാത്രമേ പുറത്തോട്ട് വരുന്നുള്ളൂ. എന്റെ രണ്ട് കണ്ണും ഹൃദയവേദന കൊണ്ട് നിറഞ്ഞൊഴുകി. ഞാൻ അറിഞ്ഞില്ല. ആ കണ്ണ് നിറഞ്ഞ് ആ കണ്ണുനീര് എന്റെ രണ്ട് കവിളിലൂടെ ഒഴുകി ഈ ചെറിയുടെ രണ്ട് സൈഡിൽ കൂടെ വായിക്കകത്തേക്ക് ഒഴുകി. എനിക്കുണ്ടായിട്ടുണ്ട്. അത് ഞാൻ കാർക്കിച്ച് തുപ്പിക്കളഞ്ഞില്ല. ഞാനിങ്ങനെ കറി കുറിച്ച് പ്രാർത്ഥിക്കുക. വായിലേക്ക് ഒഴുകിയ കണ്ണുനീര് കുടുവിടാൻ ഒഴുകി വന്ന കണ്ണീര് എന്റെ കവിളിലൂടെ ഒഴുകി ഈ രണ്ട് വാഴയുടെ സൈഡിൽ കൂടെ വായിക്കകത്തേക്ക് ഇറങ്ങി. അത് തൊണ്ടയ്ക്കകത്തൂടെ അകത്തേക്ക് ഇറങ്ങി. ചില സമയത്ത് എന്റെ ഹൃദയവേദന നിമിത്തം എന്റെ കണ്ണിലൂടെ ഒഴുകിയ കണ്ണീര് എനിക്ക് ദാഹം മാറ്റാനുള്ള ദാഹജലമായി മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല അങ്ങനെ അനുഭവം? ഉണ്ടായിട്ടില്ലേ? ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, നിങ്ങൾ ഒഴുക്കിയ കണ്ണുനീരിന്റെ തൂക്കം നോക്കി ആ കണ്ണീരൊന്നും വറ്റിപ്പോയിട്ടില്ല. കർത്താവ് തന്നെ തുരുത്തി സൂക്ഷിച്ചു വെച്ചിരിക്കുക. അതിന്റെ തൂക്കം നോക്കി നിങ്ങൾക്ക് പ്രതിഫലം തരാൻ സമയമായെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാൽ എത്ര പേര് ഏറ്റെടുത്ത് ദൈവത്തെ ആരാധിക്കുന്ന രാത്രിയില് നമുക്ക് മടങ്ങി വരാം അല്ലേ? ഓരോരുത്തന്മാര് പറയാം, നിന്റെ ദൈവം എവിടെന്ന് അവർ നിത്യം എന്നോട് ചോദിച്ച് അത് സഹിക്കാൻ വയ്യാതെ ഞാൻ കരഞ്ഞ് എന്റെ കണ്ണീര് രാവും പകലും ഒരാഹാരം പോലെ കഴിക്കേണ്ടി വരികയാണ്. അതിന്റെ 10-ാം വാക്യം, എന്റെ ശത്രുക്കൾ നിന്റെ ദൈവം എവിടെയെന്ന് എന്നോട് ഇടപെടാതെ ചോദിച്ച് എന്റെ അസ്ഥികളെ തകർത്ത് കളയുക. ചിലപ്പം പ്രാർത്ഥിച്ച് നിലവിളിച്ച് കരഞ്ഞ് അവൻ ജീവിതത്തിൽ വെളിപ്പെടുന്ന ആ നിന്ദകളും പരിഹാസങ്ങളും കടഭാരങ്ങളും ലോൺ അടയ്ക്കാൻ കഴിയാതെ ലോണുകൾ അടമുതറ്റി വലിയ സംഖ്യയായി കഴിയുമ്പോൾ നമുക്ക് ആരോടായി സങ്കടം പറയുന്നത്? സഹായിക്കാൻ ആരുമില്ലാണ്ട് വരുമ്പോൾ ഒരു ഒഴുക്കത്തെ പ്രാർത്ഥനയുണ്ട്. സഹികെട്ട് ഹൃദയം പൊട്ടി ഒരു നിലവിളിയുണ്ട്. ആ നിലവിളി ചിലപ്പം ഒഴുകുന്ന കണ്ണീര് നിന്റെ വിശപ്പ് മാറ്റാനുള്ള ആധാരമായി മാറിയിട്ടുണ്ട്. നിന്റെ തൊണ്ട വരണ്ട് നിന്റെ ദാഹം മാറ്റാനുള്ള ദാഹജലമായി മാറിയിട്ടുണ്ട്. ഭാരപ്പെടണ്ട കേട്ടോ, ഭാരപ്പെടണ്ട. ഈ ദിവസങ്ങൾ നിങ്ങൾ ദൈവത്തെ തിരിച്ചറിയാൻ പോകുക. കർത്താവിന്റെ കരസ്പർശനം നിങ്ങൾ തിരിച്ചറിയാൻ പോകുക. ഓ യേശുവേ, എന്നെ ഇത്രത്തോളം ആഴമായി സ്നേഹിച്ചായിരുന്നോ എന്ന് നിങ്ങൾ ചോദിക്കത്തക്ക നിലയിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരാൻ പോവുക. നിങ്ങൾ പ്രാപിച്ച പല വാഗ്ദത്തങ്ങളും നിങ്ങൾ കാണത്തക്ക നിലയിൽ അത് നിറവേറാൻ പോവുക. വിശ്വാസമുണ്ടോ? ഭാരപ്പെടണ്ട കേട്ടോ. ഞാനൊക്കെ തീക്കകത്ത് നിൽക്കുന്ന ആളാ. ഇന്നും പ്രതിസന്ധിയാ. ഞാൻ പറഞ്ഞാലേ, അന്ന് ഞാൻ പറഞ്ഞു ഹിന്ദു ഐക്യവേദിയുടെ ഹിന്ദിഷ്ടപ്പെട്ട ആളാ. വെളിയിലോട്ടിറങ്ങിയ ഭയങ്കര പ്രതിസന്ധിയാ. പക്ഷെ ആ പ്രതിസന്ധി ഇല്ലാതില്ല. പക്ഷെ ഒരു ഗുണമുണ്ട്, ആ പ്രതിസന്ധി ഒന്നും എന്നെ ഇതുവരെ, ഞങ്ങളുടെ കുടുംബത്തെ ഇന്ന് വരെ ബാധിച്ചില്ല. അല്ലേ? കൃപയുള്ളവൻ വെള്ളത്തിന്റെ മീതെ ഒഴുകി നടക്കും. അല്ലേ? ഒഴുകി നടക്കും. ഈ ഒഴുക്ക് അധികം മുന്നോട്ട് പോവുകയല്ല. നോഹയോട് ദൈവം പറഞ്ഞു, സ്തോത്രം, ന്യായവിധിയുടെ വെള്ളം കുടിച്ച് വീർപ്പ് മുട്ടി ചത്ത് വീർത്ത ശവവും നോഹയുടെ വെട്ടവും ഒരുപോലെ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ഒഴുകി പോവുക. നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം. വചനം അനുസരിക്കാത്തവൻ ന്യായവിധിയുടെ വെള്ളം കുടിച്ച് ശരീരം വീർത്ത് ശ്വാസം മുട്ടി ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു. ആ മരിച്ച ശവശരീരവും കൃപയുള്ളവന്റെ പെട്ടകവും ഒരുമിച്ച് ഇങ്ങനെ ഒഴുകി പോവുക. പിശാചി ചോദിക്കുക, എന്റെ പൊന്നു നോകെ, എന്ത് മാറ്റം നിനക്കുള്ള? നിനക്ക് എന്താ പ്രത്യേകത ഉള്ളത്? ഒരു പെട്ടികടന്ന് നീ ഇരിക്കുന്നു, സൂര്യനെ കാണാൻ പറ്റുന്നുണ്ട്.
വെളിയിൽ എന്നാ നടക്കണമെന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഇരുട്ട് പൊടിക്കാതെ കിടക്കുക മാത്രമോ, വചനം അനുസരിക്കാത്തവൻ ചത്ത് ഒഴുകി പോവുക. ആ കൂടെ നീ ഒഴുകി നടക്കുക. നോഹയ്ക്ക് ഒരു കാര്യം പറയാനുണ്ട്, എന്റെ ഒഴുക്ക് നിൽക്കാൻ സമയമായി. എന്താ കാരണം? ആമേൻ. അല്പം വൈകിയാലും എന്നെ കാത്ത് ഞാൻ പോകുന്ന വഴിക്ക് അപ്പുറത്തെ മുമ്പില് എന്നെ ഉറപ്പിക്കാൻ, എന്റെ പെട്ടകത്തെ ഉറപ്പിക്കാൻ ഒരാരാരത്ത് പർവ്വതം എനിക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്, കാത്തിരിപ്പുണ്ട്, കാത്തിരിപ്പുണ്ട്. സ്തോത്രം. പ്രതിസന്ധിക്കകത്ത് ഉലയുന്നവരോട്, ഒഴുകി നടക്കുന്നവരോട് ഞാൻ ദൂത് കൈമാറുന്നു. നിന്റെ ഓട്ടം, നിന്റെ ഉലച്ചൽ നിൽക്കാൻ സമയമായി. അവന്റെ ഒഴുക്ക് നിൽക്കാൻ സമയമായി. ക്രിസ്തു എന്ന പാറമേൽ അധികം താമസിക്കാതെ നിന്നെ ഉറപ്പോടെ ഉറപ്പിച്ച് ദൈവത്തിന്റെ മഹത്വം നിന്നിലൂടെ വെളിപ്പെടുത്തി ഒരു ഗ്രാമം മുഴുവൻ അറിയത്തക്ക നിലയിൽ അടയാളം വെളിപ്പെടുത്താൻ ദൈവം പദ്ധതിയിട്ടിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. സമയം വേഗത്തിൽ മുന്നോട്ട് പോവുക അല്ലെ? നമുക്ക് വേഗത്തിൽ വരാം, വേഗത്തിൽ വരാം. നോഹയോട് ദൈവത്തിന് ഒന്നേ പറയാനുള്ളൂ, നോഹേ, പിശാചിന്റെ ചോദ്യം കേട്ട് നീ ഭയപ്പെടേണ്ട. അനുസരിക്കാത്തവന്റെ കൂടെ ഒഴുകുക. നിനക്ക് എന്നാ മാറ്റം ഉണ്ടായേ? ഒരു പെട്ടിക്കകത്ത് ഇരിക്കുന്നുള്ളതല്ലേ ഉള്ളൂ. വെളിയിൽ എന്നാ നടക്കണം നീ അറിയുന്നില്ല. സൂര്യപ്രകാശം കാണാൻ പറ്റുന്നില്ല. രാത്രിയായി ചന്ദ്രനെ കാണാൻ പറ്റുന്നില്ല. ആമെ ശവപ്പെട്ടിക്കകത്ത് ഇരിക്കുന്നത് പോലെ നീ ഇരിക്കുക. എന്തു മാറ്റം? നോഹ പറഞ്ഞു കാണും, നീ നോക്കിക്കോ, നീ നോക്കിക്കോ, മണിക്കൂറുകൾക്കുള്ളിൽ ഒരു 150 ദിവസം ദൈവം ഡിക്ലയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. 150 ദിവസം കഴിയുമ്പം ഒരു പർവ്വതത്തിൽ ഞാൻ ഒരു പർവ്വതത്തിലെത്തും, അരാരത്ത് പർവ്വതത്തിലെത്തും. അവിടെ ഞാൻ ഉറയ്ക്കും, പെട്ടകത്തിന്റെ വാതിൽ തുറക്കും, ഞാൻ വെളിയിൽ വരും. ഒരു പുതിയ ചരിത്രം എന്നിലൂടെ ആരംഭിക്കും. ഒരു പുതിയ ചരിത്രം നിന്നിലൂടെ ആരംഭിക്കും. അപ്പൊ ഞാൻ പറയാം, ഇപ്പം ചില ഉലച്ചലുകളിലൂടെ, ചില തകർച്ചകളിലൂടെ, ചില ഞെരുക്കങ്ങളിലൂടെ ദൈവാത്മ പറയുക, ഉലച്ചലിലൂടെ, തകർച്ചകളിലൂടെ, ആമെ ചില ബലഹീനതകളിലൂടെ, ആമെ ഉഴലുന്ന അവസ്ഥയിലൂടെ ആമെ നിങ്ങൾ പൊക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ തകർത്ത് കളയാനല്ല, ഒരു പുതിയ ചരിത്രം പൈശാചിക മണ്ഡലങ്ങൾക്ക്, ആമെ സുവിശേഷ വിരോധികൾക്ക് ആമെ നിഷേധിക്കാൻ കഴിയാത്ത, ആക്ഷേപിക്കാൻ കഴിയാത്ത ഒരു പുതിയ ചരിത്രം വെല്ലടിച്ച് ദേവദാസനെ ഒരു പുതിയ ചരിത്രം ആരംഭിക്കാൻ പോകുക. ഒരു പ്രൊജക്ട് തയ്യാറാക്കി ഈ വർഷങ്ങളായി കാത്തിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പ്രൊജക്ട് നിന്റെ ഹൃദയത്തിലുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3, 4, 5 ഇങ്ങനെ അക്കമിട്ട് കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്താൻ ആമെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പദ്ധതി ആമെ ഹൃദയത്തിന്റെ അകത്തുണ്ട്. ആമെ പലതും ആരംഭിച്ചു, പൂർത്തീകരണം കാണാൻ കഴിയുന്നില്ല. എന്നാൽ ഞാൻ ആരംഭത്തിൽ ഓർമ്മിച്ചതുപോലെ ആമെ യേശു ഇതിന് അടയാളങ്ങളുടെ ആരംഭമായി ആമെ ഗലീലയിലെ കാനാവിൽ വെച്ചത് ദൈവം തന്റെ മഹത്വം വെളിപ്പെടുന്നത് പോലെ ആമെ ചിലതിന്റെയൊക്കെ ആരംഭം കുറിക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുക. നമ്മൾ വായിച്ചതാക്കി നോക്കിക്കേ, മിസ്രൈമിൽ കിടക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്ത സന്തതിയെ വിടുവിക്കേണ്ട വ്യക്തി ജനിക്കാതിരിക്കാൻ, ശ്രദ്ധിച്ച് കേൾക്കണം, മിസ്രൈമിൽ കിടക്കേണ്ട ദൈവത്തിന്റെ വാഗ്ദത്ത സന്തതി, അവർ മരുഭൂമി ദൈവത്തെ ആരാധിക്കണം. അത് ദൈവം ഡിക്ലയർ ചെയ്ത് വെച്ചിരിക്കുക, ഡേറ്റ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. എന്നാൽ പിശാച് പറയുന്നു, ഒരു കാരണവശാലും ആ ജനത്തെ വിടുവിക്കേണ്ട സന്തതി ആമെ ജനിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. പോയി പണി നോക്കാൻ പറയണം. നിങ്ങൾ പ്രാപിച്ച വാഗ്ദത്തം അത് ഒഴിവായി പുറത്തു വരാതിരിക്കാൻ ആമൻ നിങ്ങൾക്കെതിരെ വെല്ലുവിളിക്കുന്ന പിശാച് എന്തെല്ലാം പദ്ധതികൾ നിറഞ്ഞാലും ഞാൻ പ്രവചിച്ചു പറയുന്നു, ദൈവത്തിന്റെ സമയത്ത്, നമ്മുടെ സമയത്തല്ല, ദൈവത്തിന്റെ സമയത്ത് ദൈവം വിചാരിക്കുന്നത് പോലെ ആ വാഗ്ദത്തം നിറവേറുക തന്നെ ചെയ്യും. പിശാച് അത് നിറവേറാതിരിക്കാൻ നീ എന്തെല്ലാം പദ്ധതി ഒരുക്കിയാലും, ഭരണകൂടത്തെ ഞങ്ങൾക്കെതിരെ എഴുന്നേൽപ്പിച്ചാലും ദൈവം തന്ന വാഗ്ദത്തമാണെങ്കിൽ അത് നിറവേറും, അത് നിറവേറും.
ഹല്ലേലൂയ. പുരാതിയാന രഗതഗടകന ജഗൽഖമനാദിയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാ. എന്തെല്ലാം പദ്ധതി ഒരുക്കി, എന്തെല്ലാം പദ്ധതികൾ നിറഞ്ഞു. ആമേൻ, ആമേൻ. പുറപ്പാടത്തിൽ 2-ാം അധ്യായം പഠിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും. അവിടെ ആ പിതാവിന്റെ മകൻ നടുക്കൽ ദൈവത്തിന്റെ ദൂതൻ വന്നിട്ട് പറയുകയാണ്, ഒരു മകൻ ജനിക്കാൻ പോകുന്നു, അവന്റെ പേര് മോശ എന്നിടണം, മോശ എന്നിടണം. ആ മോശ ആമേ മിസ്രൈമിൽ കിടക്കുന്ന എന്റെ ജനത്തെ വിടുവിക്കാനുള്ള വാഗ്ദത്ത സന്തതിയാ. ഞാൻ പ്രവാചകന്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഇതുപോലെ ഒഴിവാക്കപ്പെട്ട ചില വാഗ്ദത്ത സന്തതി ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇരിപ്പുണ്ട് കേട്ടോ, ഇരിപ്പുണ്ട്. കർത്താവിൻ ദാസന് ആമേ ജമ്മു കാശ്മീർ വിജോയ് കർത്താവിൻ ദാസോട് പറയുക, ആമേ സ്വത്രം ചില 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 കുടുംബങ്ങളെ, ആമേ ചില ഗ്രാമങ്ങളെ ആമേ കൂട്ടമായി ഇളക്കി, ആമേ വേർപെടുത്തി, മാനസാന്തരപ്പെടുത്തി തമ്പുരാന്റെ അടുക്കലേക്ക് കൊണ്ടുവരുവാൻ കാലങ്ങൾക്ക് മുമ്പ് നീ വാഗ്ദത്ത പ്രകാരം ഒഴിവാക്കപ്പെട്ടതൊക്കെ ചെയ്യാം. സ്വത്രം സ്വത്രം സ്വത്രം. ആമേ മോശ ജനിച്ചു കഴിഞ്ഞപ്പം ഞാനൊരു കാരോട് പറയാം, ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിക്കാനും കർത്താവ് ആഗ്രഹിക്കുന്ന അളവിൽ അവന്റെ മഹത്വം വെളിപ്പെടുത്താനും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടും 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിയിരിക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ, വാഗ്ദത്ത പ്രകാരം ഒഴിവാക്കപ്പെട്ട അഭിഷിക്തന്മാരോടും അഭിഷിക്തന്മാരോടും ആമേ ദൈവ വിളിയുണ്ടെന്ന് അനവധി പ്രാപിച്ച പ്രവാചകന്മാരെ അയച്ച് അഭിഷിക്തന്മാരെ അയച്ച് കൈ ചൂണ്ടി നിങ്ങളോട് ദൂത് പറഞ്ഞിട്ടും ആ 4 ചുവരുകൾക്കുള്ളിൽ ജീവിതം തീർക്കാനാ പദ്ധതിയെങ്കിൽ ആ ചുവര് തമ്പുരാൻ പൊളിക്കും. സ്വത്രം. മോശയെ കുറിച്ച് പറഞ്ഞത് എന്താ പറഞ്ഞേ? ഹല്ലേലൂയ. 2-ാം അധ്യായം. ആമേൻ. അവൻ സൗന്ദര്യമുള്ളവനെന്ന് അവനെ കണ്ടിട്ട് 3 മാസം ഒളിപ്പിച്ചു വെച്ചു. 3 മാസം ഒളിച്ചു വെച്ചു. അടുത്ത വാക്യം പറയാണ്, പിന്നെ അവനെ ഒളിപ്പിച്ചു വെക്കാൻ പറ്റിയില്ല. നല്ല ദൈവവിളിയുള്ള ചില സഹോദരിമാര്, ചില സഹോദരന്മാര്, ചില സ്വത്ര യൗവനക്കാര്, ദൈവവിളിയുള്ള ചിലര് ഒളിച്ച് നടക്കുക. എന്നെ പുറത്ത് കൊണ്ടുവരാൻ പോകുന്നു രാത്രി, എന്നെ പുകച്ച് പുറത്തിയാടിക്കാൻ പോവുക. ആമേ ദൈവം നിന്നെ കയ്യെ പിടിച്ച് പുറത്തിറക്കാൻ പോവുക. ആമേ സ്തോത്രം. ദൈവം നിന്നെ പുകച്ച് പുറത്തിയാടിക്കാൻ പോവുക. ആമേ വാഗ്ദത്തം പ്രാപിച്ചവൻ അകത്തിരിക്കേണ്ടവനല്ല, 4 ചുവരുകൾ കൂടി ഇരിക്കേണ്ടവനല്ല. ആമേ ദൈവം നിന്നെ പുറത്തെടുപ്പിക്കാൻ പോവുക. വചനം പറയുന്നു 3 മാസം ഒളിച്ചു വെച്ചു, പിന്നെ അവനെ ഒളിച്ചു വെക്കാൻ പറ്റിയില്ല, എടുത്ത് പുറത്തിട്ടു. മിസ്രൈമിൽ അവനെ എത്തിച്ചു. മിസ്രൈമിൽ അവർ നിൽക്കാൻ പറ്റിയില്ല. മിസ്രൈം എന്ന് പറഞ്ഞിട്ട് അവനെ പുറത്ത് പുറത്തേക്ക് അടിച്ചു. വാഗ്ദത്തമുള്ളവൻ എവിടെ പോയാലും നിൽക്കാൻ പറ്റിയല്ല, അവനെ പുറത്തേക്ക് അടിക്കും. മരുഭൂമി വന്നു, മരുഭൂമിയിലും പറ്റിയില്ല. അമ്മായിപ്പന്റെ വീട്ടിൽ ചെന്ന് അവിടെ നിൽക്കാൻ പറ്റിയില്ല. അവൻ എവിടെ കാലുറപ്പിക്കാൻ നോക്കിയോ അവിടെ നിന്നെല്ലാം ദൈവം അവനെ ഇളക്കി എവിടെ എത്തിച്ചു? അവനെ ദൈവത്തിന്റെ പർവ്വതത്തിൽ എത്തിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്റെ പൊന്നു മോശയെ, നീ എവിടെ ഒളിക്കാൻ നോക്കിയാലും നിന്റെ അകത്ത് ഞാൻ ചില വാഗ്ദത്തം ഇട്ടിട്ടുണ്ട്, ചില വാഗ്ദത്തത്തിന് വിത്തിട്ടിട്ടുണ്ട്. നീ വാഗ്ദത്തം നിവർത്തിക്കാൻ ആമെ കാലങ്ങൾക്ക് മുമ്പേ വാഗ്ദത്ത പ്രകാരം ഒഴിവാക്കപ്പെട്ട വ്യക്തിയാ. ആമെ അതുകൊണ്ട് വാഗ്ദത്തം നിവർത്തിച്ചെടുക്കേണ്ടവൻ, എന്റെ മഹത്വം വെളിപ്പെടുത്തേണ്ടവൻ എവിടെ പോയി കാലുറപ്പിച്ചാലും ഞാൻ നിന്നെ അവനെ അവിടുന്ന് ആടത്തിയെടുത്ത് ഞാൻ പുറത്തു കൊണ്ടുവരും. ശക്തമായി ഞാൻ എന്നെ ഉപയോഗിക്കും. അല്ലേ? എന്തെല്ലാം പദ്ധതി. ലാസ്റ്റ് വാഗ്ദത്ത സന്തതി ജനിച്ചെന്നറിഞ്ഞപ്പം രാജാവ് പറഞ്ഞു, എന്ത് ചെയ്തു? ആമെ മിസ്രൈമിലുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെ കൊല്ലാൻ ആമെ സ്വത്രം സ്തൂതികർമ്മിണിമാരെ നിയോഗിച്ചു. എന്റെ പൊന്ന് പിശാച്, ഞങ്ങൾ സാധാരണക്കാരായിരുന്നു,
ഞങ്ങൾ വളരെ ബലഹീനരായിരുന്നു. പക്ഷെ ഇപ്പൊ ഞങ്ങൾ സാധാരണക്കാരല്ല. വൈറ്റാട്ടിമാരെ വെച്ചാലും ഇനി കലയ്ക്ക് വിഷം തന്നാലും അത് ഞങ്ങളെ ബലത്തോടെ കുടിപ്പിച്ചാലും ഞങ്ങൾ ചാടുന്ന കൂട്ടരല്ല. അവൻ ഞങ്ങൾ ജീവൻ പ്രാപിച്ച് ഞങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും. ഞങ്ങൾ വാക്തത്വം നിവർത്തിച്ചെടുക്കാൻ അവൻ ദൈവത്താൽ ഉരുവാക്കപ്പെട്ട വ്യക്തിയാണ്. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ കർത്താവിന്റെ സ്വകാര്യ സ്വത്താണ്. നമ്മൾ ആരാ? കർത്താവിന്റെ സ്വകാര്യ സ്വത്ത്. അപ്പോസ്തലരുടെ പുസ്തകമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവൻ തന്റെ സ്വന്തം രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയത് നമ്മൾ കർത്താവ് വില കൊടുത്ത് വാങ്ങിയതാ. നമ്മൾ അവന്റെ സ്വകാര്യ സ്വത്ത തൊട്ടാ വിവരം പറയും. നമ്മൾ കർത്താവിന് ഗിഫ്റ്റ് കിട്ടിയതല്ല. ആരെങ്കിലും പ്രസന്റേഷൻ കൊടുത്തല്ല. നമ്മളെ ആണോ പ്രസന്റേഷൻ കൊടുത്തല്ല. കർത്താവും പിതാവായ ദൈവം തന്റെ പുത്രനെ കാൽവരി തകർത്ത് കളഞ്ഞിട്ട് വിലക്ക് വാങ്ങിയതാ. നമ്മൾ യേശുവിന്റെ സ്വകാര്യ സ്വത്ത്. നമ്മളെ തൊട്ട പിശാചേ നീ വിവരം അറിയും. നമുക്ക് മടങ്ങി വരാം. എന്നെ ഏൽപ്പിച്ച സമയത്തിനടുത്തേക്ക് എത്തി. 100 കണക്കിന് പദ്ധതി വേണം. ആമേ സോദികർമ്മണിമാരോട് പറഞ്ഞു, പ്രസവിച്ച് പുറത്തേക്ക് വരുന്നതിന് മുമ്പ് എന്ത് ചെയ്ത് പോകണം? അത് കൊന്നു കളഞ്ഞേക്കണം. ഇനി അഥവാ നിങ്ങൾ ചിലപ്പോ പ്രസവിച്ച് വീണാൽ എങ്ങനെയും കൊന്നേക്കണം, നദിയിലെറിയണം. എന്തെല്ലാം പദ്ധതിയാ! ആർക്കെതിരെ ഈ പിതാവ് ഈ പദ്ധതി ഒരുക്കുന്നത്? ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറാതിരിക്കാൻ. നമ്മൾ പ്രാപിച്ച വാഗ്ദത്തം നമ്മൾ കുത്തിയിരുന്നുണ്ടാക്കിയതാണോ? നമ്മൾ എഴുതി ഉണ്ടാക്കിയതാണോ? ആണോ? നിങ്ങൾ കണ്ട സ്വപ്നം നിങ്ങളുടെ സ്വപ്നമാണോ? ആണോ? അല്ല. നമ്മൾ സ്വപ്നം കണ്ടതേ ഉള്ളൂ. നമ്മൾ കണ്ട സ്വപ്നം ദൈവത്തിൻ്റെതാ. ആണോ? നമ്മൾ വാഗ്ദത്തം പ്രാപിച്ചതേ ഉള്ളൂ. ആ വാഗ്ദത്തം നമ്മുടേതല്ല. ഞാരുടേതാ? ദൈവത്തിൻ്റെതാ. നമ്മുടേതാണെങ്കിൽ പിശാചൻ നീ ചെയ്യുന്ന പദ്ധതി ഫലിക്കും. പക്ഷെ ഞങ്ങൾ പ്രാപിച്ച വാഗ്ദത്തവും ഞങ്ങൾ കണ്ട ദർശനവും സ്വപ്നവും അത് ദൈവത്തിൻ്റെതായതുകൊണ്ട് അതിനെതിരെ സോദികർമ്മണിമാരെ വെച്ചാലും അവൻ നൈൽ നദി ഇടാൻ കൽപ്പന കൊടുത്താലും വാഗ്ദത്തം ഉള്ളവനെ കൊല്ലാൻ പറ്റിയാല നമ്മൾ വാഗ്ദത്തം സംഗതിയാക്കും. വാക്യം പറയാ, സമയമായപ്പോ നമ്മൾ വായിച്ച വാക്യത്തിന്റെ അവസാനം വാഗ്ദത്തം നിവർത്തിക്കേണ്ട സമയമായപ്പം മോശ ജനിക്കുകയും ചെയ്തു, അവനെ വളർത്തുകയും ചെയ്തു. അവൻ എത്തേണ്ട ഹോരേബിലും അവൻ ദൈവത്തിന്റെ പർവ്വതത്തിൽ എത്തുകയും ചെയ്തു. ദൈവമായി ഒരഭിമുഖ സംഭാഷണം ഏർപ്പെടുകയും ചെയ്തു. ഒരധികാരം അവനിലേക്ക് കൈമാറി. അല്ലെ? അവനെ കൊല്ലാൻ പദ്ധതിയിട്ട, അവനെ കൊല്ലാൻ കൽപ്പന കൊടുത്ത അതേ രാജ്യത്ത് ഇപ്പൊ നോക്കിക്കേ, അധികാരത്തോടെ നിന്ന് ഫറവോനോട് പറയാ, ഞാനാകുന്നവൻ ഞാനാകുന്നു, എന്റെ ജനത്തെ വിട്ടയക്ക. എന്റെ മുഖത്തിൽ പറയാം, അന്ന് മോചനെ കൊല്ലാൻ ഓടിച്ചവരും എങ്ങനെയോ ഒരുത്തനെ കൊന്നുപോയില്ലേ? നീക്കക്കണ്ണിയില്ലാതെ അവൻ ഓടേണ്ടി വന്നു. അവൻ മിസ്രൈമിനെ കൊന്നവൻ ആരാണിൽ അവനെ കൊല്ലാൻ കൽപ്പന കൊടുത്തപ്പോ CBI വെച്ച് അന്വേഷിച്ചപ്പം മോശ പിടിക്കപ്പെട്ടെങ്കിൽ വലിയ കുഴപ്പമായാലേ. അല്ലേ? അന്ന് മോശയ്ക്കെതിരെ കൊല്ലാൻ കൽപ്പന കൊടുത്തവരുടെ മക്കളുണ്ടാകും. ഇപ്പം അധികാരം പ്രാപിച്ച് മോശ വന്നപ്പം ചിലരൊക്കെ അതിശയിച്ച് നോക്കുക മോശന്. ഇത് നമ്മുടെ പറവോന്റെ കൊട്ടാരത്തിൽ അന്ന് പറവോന്റെ പുത്രി എടുത്ത് വളർത്തിയ ആ ചെക്കനെ പോലെ ഉണ്ടല്ലോ എന്റെ മുഖം കാണുമ്പോ. അല്ലെ? അങ്ങനെയൊക്കെ ആൾക്കാർ പറഞ്ഞു കാണും. ഞാനാകുന്നെന്ന് പറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് ആ അധികാരത്തോടെ പറവോന്റെ മുഖത്ത് നോക്കി എന്റെ ജനത്തെ വിട്ടയക്കാമെന്ന് മോശ പറയുമ്പം അവിടെ ഇരിക്കുന്ന പലർക്ക് സംശയം. ഇവന്റെ മുഖം കണ്ടിട്ട് പണ്ട് ആ കൊച്ചു പയ്യനെ പോലെ തോന്നുന്നല്ലോ. ഒന്ന് ഓടിക്കാൻ നോക്കിക്കേ, പണ്ട് ഓടിച്ച പോലെ ഒന്ന് ഓടിക്കാൻ നോക്കിക്കേ. പണ്ട് കൽപ്പന ഇറക്കിയല്ലേ കൊല്ലാൻ, അതുപോലെ ഒന്ന് കൽപ്പന ഇറക്കാൻ നോക്കിക്കേ, വിവരം അറിയും. ഇപ്പൊ നിൽക്കുന്ന മോശ പഴയ മോശയല്ല. ഇവൻ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് അധികാരവും പ്രാപിച്ച് അഭിഷേകവും പ്രാപിച്ച് ഏത് രാജാക്കന്മാരെ കിടുകിടാർപ്പിക്കാനുള്ള അധികാരം പ്രാപിച്ച മോശ നിൽക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ അവസാനമായിട്ട് വിളിച്ചു പറയുന്നു, എന്നെ കേൾക്കുന്ന നിങ്ങളെ അധികാരത്തോടെ അഭിഷേകത്തോടെ ചില അധികാരികളുടെ മുമ്പിൽ ദൈവം നിർത്താൻ ആഗ്രഹിക്കുന്നു.
വൈഡാനഗത രഗജമാന വൈഡവനാദിയാനകൾ കടകത്തി നിങ്ങൾ ഏറ്റെടുത്തു. ആമേ ഇതുവരെ നിങ്ങൾ നിൽക്കാൻ ആഗ്രഹിച്ചിട്ടും നിൽക്കാൻ പറ്റാത്ത ചില മേഖലകളുണ്ട്. ചില അധികാരികളുടെ മുമ്പിൽ എന്റെ ജനത്തെ വിട്ടയക്കായെന്ന് ഞാനാകുന്നെന്ന് മോശ പറഞ്ഞതുപോലെ ചില അധികാരിയുടെ മുഖത്ത് നോക്കി എന്റെ ജനത്തെ വിട്ടയക്കായെന്ന് പറയാൻ ചിലരിലേക്ക് അസാധാരണ അധികാരം ഇന്ന് രാത്രി കൈമാറുന്ന രാത്രിയാ. ഒരു ദൂതോടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകും. നമ്മളൊരു ഭാഗത്ത് വന്ന് നിർത്തി ചേട്ടന്മാർ ചോദിച്ചു, നിന്നെ ആരാടാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടെ? നീ ആരോട് ചോദിച്ചിട്ട് ഇവിടെ വന്നേ? നീ അന്റെ അഹങ്കാരമല്ലേ? ആടിനെ എവിടെ ആക്കി? ഒത്തിരി ചോദിച്ചു. ഭാവിയിൽ ഒന്നിനും ഉത്തരം പറഞ്ഞില്ല. തൽക്കാലം ഞങ്ങൾ ഉത്തരം പറയുന്നില്ല. നമ്മളിനി വാക്കുകൊണ്ട് ഉത്തരം കൊടുക്കുന്നവരല്ല. ആണോ? വാക്കുകൊണ്ട് കൊടുത്താൽ കാര്യം നടക്കുകയില്ല. ദാവീദ് ഉള്ളി പറഞ്ഞു, നീ നോക്കിക്കോ. നിങ്ങൾ നോക്കി നടന്നു. ചേട്ടന്മാരുടെ ഉള്ളി പറഞ്ഞു, ഉറക്കല്ല, ഉള്ളി പറഞ്ഞു, നീ എന്നെ നോക്കിക്കോ. മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങൾ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, അതിന് തക്കതായ ഉത്തരം വാക്കുകൊണ്ടല്ല പ്രവർത്തികളിലൂടെ ഞാൻ വെളിപ്പെടുത്താൻ പോവുകയാണ്. ഇന്ന് രാത്രി ഒരു ദൂതും കൂടെ കൈമാറുക. നമ്മൾ ഇന്നലെ വരെ ചിലരുടെ ചോദ്യങ്ങൾക്ക് വാക്കുകൊണ്ട് ഉത്തരം പറഞ്ഞു, അതുകൊണ്ട് ഒന്നും നടന്നില്ല. ഇനി വാക്കാലല്ല പ്രവർത്തികളിലൂടെ നമ്മൾ ഉത്തരം കൊടുക്കാൻ പോകുക. ആ ഉത്തരം കാണുമ്പോൾ ചിലര് ലജ്ജിച്ച് നടന്നാക്കും. നിങ്ങൾ നോക്കിക്കേ, ആർക്കും ഇല്ലാത്തൊരു വെളിപ്പാട് ദാവീദിനുണ്ട്. മുമ്പിൽ നിൽക്കുന്ന ഗോലിയാത്ത് ലക്ഷക്കണക്കിന് പൈസ മുടക്കിയ വലിയ പടച്ചട്ടയും താമര കവചവും താമര ചിരസ്ത്രമൊക്കെ ഉണ്ടാക്കി. ശ്രദ്ധിച്ച് കേൾക്കണം. ഭയങ്കര വില കൊടുത്ത് ഇനി അവന്റെ പടച്ചട്ട പോട്ടെ, നെഞ്ചത്തെ കവചം പോട്ടെ, തലയിലെ ശിരസ്ത്രം, തൊപ്പി, വലിയ വില കൊടുത്തുണ്ടാക്കിയതാണ്. പക്ഷേ നല്ല വെളിപ്പാടുള്ള ദാവീദ് ഈ ഗോലിയാത്തിന് നേരെ ചെല്ലുക. ദാവീദ് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോ ഈ ഗോലിയാത്ത് നല്ലൊരു തൊപ്പി വെച്ചിട്ടുണ്ട്. മൊത്തം മൂടുന്ന ഈ തൊപ്പി. കണ്ണിന്റെ അവിടെ ചെറിയ ഓട്ടം മാത്രമേ ഉള്ളൂ. മൂക്കിന്റെ അവിടെ ചെറിയ ഓട്ടം, ശ്വാസം പടം, ബാക്കി മൊത്തം കവർ ചെയ്തിരിക്കുക. അവിടെ നിന്ന് ഗോലിയാത്തിന് അമ്പും വില്ലും ചെയ്ത് ആർക്കും കാണാത്ത ഒരു ചെറിയ ഓട്ട. ശ്രദ്ധിക്കണേ, ഒരു ചെറിയ ഓട്ട അഭിഷേകമുള്ള ദാവീദിന്റെ കണ്ണിൽ വെളിപ്പെട്ടു. ഇതാ അഭിഷേകമുള്ളവന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദാവീദിന്റെ കയ്യിലിരിക്കുന്ന കല്ല് കൊണ്ടെറിഞ്ഞാൽ, ആ കല്ല് വെച്ചെറിഞ്ഞാൽ ആ കല്ല് പ്രവേശിക്കാൻ കഴിയുന്ന ഒരു ചെറിയ ഓട്ട ആ തൊപ്പിയുടെ ഈ തിരുനെറ്റിയുടെ ഭാഗത്ത് കണ്ടു. ഞാനൊരു കാര്യം ഇവിടെ പറയാം. നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ശത്രുവിൽ തന്നെ അവനെ കീഴ്പ്പെടുത്താനുള്ള ചില ക്രമീകരണങ്ങൾ നിങ്ങൾക്കെതിരെ വെല്ലുവിളിക്കുന്ന ആ ശത്രുവിൽ തന്നെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലെന്ന് തോന്നുന്നു. നിങ്ങൾക്കെതിരെ പല്ലിളിക്കുന്ന, നിങ്ങളെ തകർക്കുമെന്ന്, പരാജയപ്പെടുത്തുമെന്ന് പറയുന്ന ആ ശത്രുവിനെ പരാജയപ്പെടുത്താൻ ആ ശത്രുവിൽ തന്നെ ചില ക്രമീകരണം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ വേറെ എവിടെ പോകേണ്ട കാര്യമില്ല. നീ ആത്മാവിൽ നോക്കിയാൽ നിന്റെ കയ്യിലുള്ള ആയുധം പ്രവേശിക്കാൻ കഴിയുന്ന ഒരു ചെറിയ ഓട്ട ആ തൊപ്പിയുടെ ആ തിരുനെറ്റിയുടെ ഭാഗത്തുണ്ട്. അത് ദാവീദിന്റെ ചേട്ടന്മാര് കണ്ടില്ല, അഭിഷേകമുള്ളവർക്ക് കാണാൻ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ ഓടി നടക്കേണ്ട. നിങ്ങൾക്കെതിരെ വെല്ലുവിളിക്ക് ശത്രുവിനെ തകർക്കാൻ ആ ശത്രുവിൽ തന്നെ ചില ക്രമീകരണം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് കാണാനുള്ള വെളിപ്പാട് നമ്മൾ പ്രാപിച്ചാൽ മതി. മണിക്കൂറുകൾക്കുള്ളിൽ ഒരു ചെറിയ കല്ലുകൊണ്ട് എറിഞ്ഞ് അവനെ താഴെയിട്ട് ചേട്ടന്മാരുടെ ചോദ്യങ്ങൾക്ക് വാക്കാലല്ല പ്രവർത്തിയിലൂടെ ഉത്തരം കാണിച്ചു കൊടുത്തു. ദൈവം നമ്മളെ ദിവസങ്ങളിൽ വാക്കാലല്ല നമ്മുടെ നാവിലൂടെ ചില അത്ഭുത പ്രവൃത്തി വെളിപ്പെടാൻ പോവുക. എല്ലാ കണ്ണുകളും അടയ്ക്കാം. എല്ലാ കണ്ണുമടച്ച് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വാഗ്ദത്ത സന്തതിയാ.
ദൈവിക വാഗ്ദത്തങ്ങൾ നിവർത്തിച്ചെടുക്കാൻ കാലങ്ങൾക്ക് മുമ്പേ അവൻ നമ്മെ വിളിച്ച് വേദനിച്ച് ഈ പദവി കൊണ്ടുവന്നു. കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്താൻ ദൈവ നിയോഗം പ്രാപിച്ചവരാണ്. അതുകൊണ്ട് നിങ്ങളിലൂടെ വെളിപ്പെടേണ്ട വാഗ്ദത്തം വെളിപ്പെട്ട് വരാതിരിക്കാൻ പിശാചി എന്തെല്ലാം പദ്ധതി മെനഞ്ഞാലും വാഗ്ദത്തം വെളിപ്പെടേണ്ട സമയത്ത് വാഗ്ദത്തം വെളിപ്പെടും. പക്ഷേ നിങ്ങൾ ആ ദൂതേറ്റെടുക്കണം. നെഞ്ചത്ത് കൈവച്ച് പറയണം, ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിച്ചെടുക്കാൻ ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട വ്യക്തിയാണ്. കർത്താവിന്റെ മഹത്വം ദൈവം ആക്കരിക്കുന്ന ദേശത്ത് കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്താൻ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തിയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യും. ദൈവമേ, മോശ ജനിക്കാതിരിക്കാൻ മിസ്രൈമിൽ കിടക്കുന്ന ലക്ഷക്കണക്കിന് ദൈവത്തിന്റെ വാഗ്ദത്ത സന്തതി, മരുഭൂമിയിൽ ദൈവത്തെ ആരാധിക്കേണ്ട ആ വാഗ്ദത്ത സന്തതിയെ വിടുവിച്ച് പുറപ്പെടുവിച്ചു കൊണ്ടുവരുവാൻ ഉരുവാകേണ്ട ജനിക്കേണ്ട മോശ ജനിക്കാതിരിക്കാൻ ഭരണകൂടം പദ്ധതികൾ പലതും മെനഞ്ഞിട്ടും ആ പിശാചിന്റെ പദ്ധതിയെ ഓവർകം ചെയ്തുകൊണ്ട് വാഗ്ദത്ത സന്ധിയായിരിക്കുന്ന മോശ ദൈവത്തിന്റെ സമയത്ത് ഉരുവായതുപോലെ ജനിച്ച് പുറത്തു വന്നതുപോലെ ദൈവം നിങ്ങളെ ദൈവത്തിന്റെ വാഗ്ദത്തം നിങ്ങളുടെ നിവർത്തിച്ചെടുക്കാൻ ശക്തമായ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ആത്മീയ മേഖലയിൽ മാത്രമല്ല, ഭൗതിക മേഖലയിലും ദൈവം ഒരു സമൃദ്ധി, ഒരു ഉയർച്ച ദൈവം തരാൻ ആഗ്രഹിക്കുക. നിങ്ങളുടെ ഫിനാൻഷ്യൽ മേഖലയിൽ ഒരു ഓപ്പർച്യൂണിറ്റി ദൈവം തരാൻ ആഗ്രഹിക്കുന്നു. ഒരു വഴിത്തിരിവ് ദൈവം തരാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി സ്തോത്രം രോഗികൾക്ക് വേണ്ടി ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സ്തോത്രം രോഗത്താൽ ഭാരപ്പെടുന്നവർ, അതേത് രോഗമായിക്കോട്ടെ, എത്ര മാരക രോഗമായിക്കോട്ടെ, ആ രോഗിയുടെ മേൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം വെളിപ്പെടുക, ദൈവത്തിന്റെ അദൃശ്യ കരം വെളിപ്പെടുക. സ്വത്രം കണ്ണിന്റെ മേൽ നിങ്ങളുടെ കണ്ണിന്റെ മേൽ കർത്താവിന്റെ കരം വെളിപ്പെടുക. നിങ്ങളുടെ കണ്ണിന്റെ മേൽ കർത്താവിന്റെ കരം വെളിപ്പെടുക. തൈറോയ്ഡ് രോഗത്താൽ അതൊരു മുഴ പോലെ പുറത്തോട്ട് വന്നിട്ടില്ല. തൈറോയ്ഡ് എന്ന രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തിയുടെ മേൽ കർത്താവിന്റെ കരം, കർത്താവിന്റെ മഹത്വം വെളിപ്പെടുക, ദൈവശക്തി വെളിപ്പെടുക. സ്വത്രം ആ ഭാഗത്ത് നിങ്ങളുടെ കരം വെച്ചാട്ടെ. ഒരത്ഭുതം ഇന്ന് രാത്രി ദൈവം ചെയ്യുക. ഒരത്ഭുതം ഇന്ന് രാത്രി ദൈവം ചെയ്യുക. ഹല്ലേലൂയ. കർത്താവേ, രോഗികൾ സൗഖ്യമാകട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ. ഇന്ന് രാത്രി രോഗത്തെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. യേശുവിന്റെ നാമം രോഗത്തെ ശാസിക്കുന്നു. അലർജി രോഗം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ശ്വാസമുട്ടലിനാൽ ഭാരപ്പെടുന്ന വ്യക്തിയെ ഇന്ന് രാത്രി ദൈവം നിന്നെ തൊടുക. ദൈവം സൗഖ്യമാക്കുക. യേശുവിൻ നാമത്തിൽ വചനം സൗഖ്യമായി വെളിപ്പെടുക. ഹല്ലേലൂയ. ഹാർട്ട് സംബന്ധമായി മരുന്ന് കഴിക്കുന്നത്, രാവിലെ 7-8 ഗുളിക കഴിക്കുന്ന ചില വ്യക്തി ഈ ദൈവശബ്ദം കേൾക്കുക. രാവിലെ 7-8 ഗുളിക കഴിക്കുന്ന ചില വ്യക്തി ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുക. കർത്താവിന്റെ മഹത്വം വെളിപ്പെടുക, ദൈവശക്തി വെളിപ്പെടുക. ശുശ്രൂഷമുഖത്ത് വേണ്ടുവണ്ണം ശോഭിക്കാതിരിക്കുന്നവരോട് പറയുന്നു, ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ചില അത്ഭുതങ്ങളും അടയാളങ്ങളും ആവശ്യക്കന്മാരിലൂടെ വെളിപ്പെടുകയാണ്. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷന് വേണ്ടി ഡേറ്റ് എടുത്ത് കാത്തിരിക്കുന്ന വ്യക്തിയെ ഇന്ന് രാത്രി മുതൽ പ്രാർത്ഥിക്കുക. സർജറി കൂടാതെ, കത്തി തൊടാതെ സർജറി ചെയ്യാൻ കർത്താവിന് കഴിയും. ഇന്ന് രാത്രി കർത്താവിന്റെ കരം വെളിപ്പെടുക. എൽസി ഷാജിനോട് ദൈവാത്മ പറയുന്നു, ഇന്ന് രാത്രി കർത്താവിന്റെ മഹത്വം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുക. ഇന്ന് രാത്രി കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്തുക. ദൈവം എനിക്ക് തന്നതെന്ന് പറയത്തക്ക നിലയിൽ
ആമേ ദൈവം എനിക്ക് തന്നതെന്ന് പറയത്തക്ക നിലയിൽ ചില അനുഗ്രഹങ്ങൾ, ചില ഭൗതിക നേട്ടങ്ങൾ ദൈവം എനിക്ക് തരാൻ ആഗ്രഹിക്കുകയാണ്. അന്നേക്കുള്ള വക പോലും കണ്ടെത്താൻ കഴിയാതെ ഭാരപ്പെട്ട ചില മേഖലകളുണ്ട്. ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ സ്വത്രം അത്യാവശ്യമായ കാര്യങ്ങൾ പോലും ചെയ്തെടുക്കാൻ കഴിയാതെ ഭാരപ്പെട്ടു പോയ ചില അവസ്ഥകൾ ദൈവം വെളിപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില വഴികൾ ഓപ്പണാക്കുക, ചില വഴികൾ ദൈവം തുറക്കുക. കർത്താവേ, യേശുവിൻ നാമത്തിൽ ഒരിക്കൽ കൂടി കടന്നു വന്ന എല്ലാ ജനത്തെ അനുഗ്രഹിക്കും. എന്നെ മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്ത സഹോദരിയെ അനുഗ്രഹിച്ച് പാർട്ടി ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയിരുന്നു. എല്ലാം മഹത്വം കൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. എനിക്ക് അവസരം ഒരുക്കിയ കർത്താവിൻ ദാസിയോടുള്ള നന്ദി ഞങ്ങൾ കുടുംബം രേഖപ്പെടുത്തുന്നു. ഇന്ന് സൂം പ്ലാറ്റ്ഫോമിലൂടെ ഈ വചനം കേട്ട് എല്ലാവരും അനുഗ്രഹിക്കുന്നു. അതിനേക്കാൾ ഉപരിയായി എന്നെ സമയം വരെ നിർത്തിയ എന്റെ കർത്താവിന് എല്ലാ മഹത്വവും എല്ലാ ബഹുമാനവും പുകഴ്ച അർപ്പിച്ചുകൊണ്ട് ഞാൻ ഇതോടെ വിരമിക്കുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ.